ആരാധന ആരാധന സങ്കീർത്തനത്തിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതകാലം മുഴുവനും ഞങ്ങളെ അനുഗമിക്കുവാൻ കരുണയായിരിക്കണമേ. മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഉടമ്പടി ചെയ്യുമ്പോൾ മോസസിനോട് പറഞ്ഞിട്ടുള്ള, അതായത് ഉടമ്പടിയിൽ ദൈവം നൽകുന്ന വാഗ്ദാനങ്ങളെല്ലാം ടൈം ആൻഡ് സ്പേസിനെ അതിജീവിക്കുന്നതാണ്. പറഞ്ഞ് മനസ്സിലായല്ലോ? അത് ഒരു പ്രത്യേക കാലഘട്ടത്തേക്ക് വേണ്ടിയുള്ളതല്ല. ഉടമ്പടി ദൈവം തന്ന വാഗ്ദാന വചനങ്ങളില്ലേ, അത് ഒരു കാലഘട്ടത്തേക്ക് വേണ്ടിയുള്ളതല്ല. എന്താ കാര്യമാണത്? എന്താ അങ്ങനെ പറയാൻ കാര്യം? അത് ലുക്ക 21:34 എന്താണ്? ആകാശം കടന്നു പോകും, ഭൂമിയും മാറിപ്പോവും, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾക്ക് മാറ്റമില്ല. അപ്പോൾ മാറ്റമില്ല എന്ന് പറയുമ്പോൾ അത് വർത്തമാനകാലത്തിലല്ല, അത് ഭൂതകാലത്തിലല്ല എന്നാണ്. ഇപ്പം ജോഷുവയോട് എന്താ ദൈവം പറഞ്ഞത്? ശക്തന് ഉടമ്പടി കഴിഞ്ഞപ്പോൾ ജോഷുവയോട് എന്താ ദൈവം പറഞ്ഞത്? ശക്തനും ധീരനുമായിരിക്കുക. പറഞ്ഞേ, ശക്തനും ധീരനുമായിരിക്കുക, ഞാൻ നിന്നോട് കൂടെ വരും, ഞാൻ നിന്നോട് കൂടെ വരും. അതാണ് ജോഷുവ 1:9. ജോഷുവ 1:9 എന്താ പറയണത്? ശക്തനും ധീരനുമായിരിക്കുക. പറഞ്ഞേ, ശക്തനും ധീരനുമായിരിക്കുക, ശക്തനും ധീരനുമായിരിക്കുക, ശക്തനും ധീരനുമായിരിക്കുക, ഞാൻ നിന്നോട് കൂടെ വരും, ഞാൻ നിന്നോട് കൂടെ വരും. ഇത് ഓഫറിങ്ങിൻ്റെ ഭാഗമാണ്, ഇത് പ്രോമിസിലുള്ളതാണ്. ഒരു വ്യക്തി ദൈവമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ അവന് കിട്ടുന്ന പാക്കേജിൽ ഒരാളാണ് ദൈവം തന്നെ. എന്താണ്? ഞാൻ നിൻ്റെ കൂടെ വരും. ഞാൻ നിൻ്റെ കൂടെ വന്നിട്ട് എന്ത് ചെയ്യണം? അതാണ്, ഞാൻ എൻ്റെ ആടുകൾക്ക് മുമ്പേ നടക്കും. എപ്പോഴും മുമ്പേ നടക്കുക, അല്ലേ? അതാണ് 10:4. ജോഷുവ 1:9 യോഹന്നാൻ 10:4 കണക്ട് ചെയ്യേണ്ടത്. എന്താണ്? നിനക്ക് വഴി കാട്ടാൻ വേണ്ടിയാണ് ദൈവം നിൻ്റെ മുമ്പേ നടക്കുന്നത്. അതേസമയം തന്നെ ഈ നന്മയും കാരുണ്യം എന്ന് പറയുന്ന വെട്ടനായ്ക്കളെ ഇടയൻ്റെ അനുചരന്മാരായിട്ട് ആടുകൾക്ക് വലം വെച്ചും ഇടം വെച്ചും ഇതിനെ സംരക്ഷിച്ചു കൊണ്ടേയിരിക്കും. അത് വിശ്വാസ ജീവിതം ഒരു സംരക്ഷണമാണെങ്കിൽ ആ സംരക്ഷണം 100% ഉറപ്പ് വരുത്തുന്ന ഒരേ ഒരു പ്രാർത്ഥനാ രൂപമാണ് ഉടമ്പടി പ്രാർത്ഥന. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന യേശുവേ ആരാധന ഹല്ലേലൂയ. ദിവ്യകാരുണ്യമേ നീ മാത്രമെൻ നാഥൻ, ദിവ്യകാരുണ്യമേ ആരാധന 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 ഈ വിഷയത്തെക്കുറിച്ച് ആഴമായ ഒരു ബോധ്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അച്ഛൻ പറയുന്നത് ഒരു സബ്ജക്റ്റാണ്, നിങ്ങൾക്ക് ബോധ്യം കിട്ടേണ്ടത് വേറൊരു സബ്ജക്റ്റാണ്. അച്ഛൻ പറയുന്ന ഒരു സബ്ജക്റ്റാണ്, പക്ഷേ നിങ്ങൾക്ക് ബോധ്യം കിട്ടേണ്ടത് വേറെ ഒരു സബ്ജക്റ്റാണ്. എന്താ കാര്യം? അങ്ങനെ പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ആർക്കത് ആഴമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നുവോ അവന് മാത്രമാണ് അത് അനുഭവേദ്യമാകണത്. ഇവിടെയാണ് ഇതിൻ്റെ ഡൈക്കോട്ടമി വർക്ക് ചെയ്യണത്. വചനം സത്യമായതുകൊണ്ട് നിങ്ങൾക്കത് അനുഭവേദ്യമാകണമെന്ന് നിർബന്ധമില്ല. വചനം സത്യമായത് നിങ്ങൾക്ക് അനുഭവേദ്യമാണെങ്കിൽ വചനം അക്സെപ്റ്റ് ചെയ്യാനുള്ള റിസെപ്റ്റിവിറ്റി നിങ്ങൾക്കുണ്ടാകണം, സ്വീകാര്യത. അവിടെയാണ് പ്രോബ്ലം വരുന്നത്. അതൊരു പ്രോബ്ലമാണ്, അത് ചികിത്സിക്കേണ്ട വിഷയമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മേരി ഗ്രേസ് എന്ന് പറഞ്ഞ ഒരു മോള് സാക്ഷ്യം പറഞ്ഞു. മേരി ഗ്രേസിൻ്റെ പ്രശ്നം മേരി ഗ്രേസിന് ട്രാൻസ്ഫറാണ്. അതാണ് വിഷയം. ഇപ്പോൾ ട്രാൻസ്ഫർ അവൾക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഇപ്പം തന്നെ അവളുടെ സ്ഥിരപ്പെടുത്താത്ത കുറേ വർഷങ്ങൾ അവൾ ജോലി ചെയ്ത 5 പൈസ വാങ്ങിക്കാതെ കയ്യിൽ നിന്ന് ശമ്പളം കയ്യിൽ നിന്ന് കാശുണ്ടാക്കി കടം മേടിച്ചൊക്കെ ബസ്സിൽ പോയി ജോലി എടുക്കണ, വളരെ അകലെ ആലപ്പുഴയിൽ നിന്ന് കൊച്ചി വരെ പോയി ജോലിയെടുത്ത, വർഷങ്ങളായിട്ട് ജോലിയെടുത്ത, 5 പൈസ കഴിഞ്ഞിട്ട് ശമ്പളം ഇല്ല. അങ്ങനെ ഇപ്പോഴെന്നാ ശമ്പളം ഇല്ലാത്തത് തന്നെയല്ല പ്രശ്നം. അതിന് വായ്പ വാങ്ങിച്ചൊക്കെയാണ് പോയി ബസ്സിന് പോയി ടീച്ചറായിട്ട് ജോലി നോക്കി വരുന്നത്. അങ്ങനെ 4 കൊല്ലമായി. ഇപ്പം എന്നാ പറ്റിയിരിക്കണത്? അവർക്ക് ട്രിവാൻഡ്രത്തേക്ക് ട്രാൻസ്ഫറായി. അപ്പോഴും ശമ്പളമില്ല.
ട്രാൻസ്ഫർ മാത്രമാകും. അപ്പോഴവർ ഇതെന്താണ്, ജോലി കളയാനും പറ്റത്തില്ല, പക്ഷേ ജോലിക്ക് പോകാനും പറ്റത്തില്ല. ഇതാണല്ലോ നമ്മുടെ പ്രശ്നം. ജോലി കളയാനും പറ്റത്തില്ല, കളഞ്ഞാൽ പിന്നെ മേലോട്ട് നോക്കി ഇരിക്കാനേ പറ്റത്തുള്ളൂ. ജോലിക്ക് പോകാനും പറ്റത്തില്ല. എന്താണ്, വണ്ടിക്കാശ് പോലും ഇല്ല. ട്രിവാൻഡ്രത്ത് ദിവസം പോയി വരണേ. ഒരു പൊടി കുഞ്ഞുണ്ട്, അതാണ് പ്രശ്നം. പ്രായമായ മാതാപിതാക്കന്മാരുണ്ട്, അതാണ് അവളുടെ പ്രോബ്ലം. അല്ല, മനഃപൂർവ്വം പോകാതിരിക്കുകയില്ലേ. ഒരു പൊടിക്കുഞ്ഞുണ്ട്, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പൊടിക്കുഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് ഇക്കാലങ്ങളിൽ. പിന്നെ എന്താ, പ്രായമായ മാതാപിതാക്കന്മാരുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ആരുണ്ട് ആശ്രയം? ആരുമില്ല ആശ്രയം, അമ്മ മാത്രം ആശ്രയം. ഞാൻ അപ്പോഴാണ് ഓർത്തത്, എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ എന്ന് പെണ്ണാട് പുണ്യാളെ ഇടയ്ക്ക് വിളിക്കുമായിരുന്നു. ദീർഘനിശ്വാസം പോലെ, എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ, എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ എന്ന് വിളിച്ചാൽ ആ വിളി കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നതിന് പ്രാർത്ഥനാരൂപങ്ങൾക്ക് കഴിവില്ല. വിളിക്കാവുന്നേ ഉള്ളൂ. എത്ര പേര് വിളിക്കണം, അതാണ് പ്രശ്നം. എന്ത് ബേസിൽ നീ വിളിക്കണേ? നിൻ്റെ അതിൻ്റെ തൊള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്? നീ ദൈവത്തെ വിളിക്കുന്നോ? ആ ദൈവം ആ വിളി കേൾക്കണമെന്നുള്ളതിൻ്റെ വാട്ട് ഈസ് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ്? നത്തിങ്. അവിടെയാണ് പ്രോബ്ലം വേണ്ടത്. ഒരു പ്രാർത്ഥനയെ എൻജിനീയറിങ് ചെയ്ത് നോക്കണം ഓരോ കാര്യം. അതായത് നീ ഇപ്പോൾ എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ അല്ലെങ്കിൽ, പക്ഷേ ദാറ്റ്സ് ഓക്കെ. പക്ഷേ ആ പ്രാർത്ഥന വർക്കൗട്ട് ചെയ്യണമെങ്കിൽ എന്താണ് നിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ? ഇപ്പം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്ന ആ ഗ്രേസ് തന്നെ ഉണ്ടാകണമെങ്കിൽ ഇപ്പം നിൻ്റെ യോഗ്യതയല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടെന്ന് പറയും. പക്ഷെ ദൈവത്തിൻ്റെ കൃപ നിന്നോട് കാണിക്കണമെന്ന് എന്താണ് നിർബന്ധം? അല്ലേ? Efesians 2:8 എന്താണ്? ഒരു പ്രാർത്ഥന വർക്കൗട്ട് ചെയ്യുന്ന ഗ്രൗണ്ട് എന്താണ്? നിൻ്റെ യോഗ്യതയാലല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മെറിറ്റിലില്ലാത്ത വിഷയങ്ങൾ, യോഗ്യതയില്ലാത്ത വിഷയങ്ങൾ നമുക്ക് ഗ്രേസ് വർക്കൗട്ട് ചെയ്യുമല്ലോ. പക്ഷേ ഗ്രേസിന് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ വാട്ട് ഈസ് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ്? നിൻ്റെ ആ ഗ്രേസ് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നിനക്ക് അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താ? എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല, ഒന്നും വർക്കൗട്ട് ചെയ്തില്ലല്ലോ. ഇല്ല, ഞാൻ സംസാരിക്കുന്നു, നിങ്ങൾ സ്വരത്തിൽ കേൾക്കുന്നു, എന്താ കാര്യം? ഒരു ആംപ്ലിഫയർ ഇരിപ്പുണ്ട് അവിടെ, അതുകൊണ്ടാണ് അല്ലേ? എന്തെങ്കിലും സംഭവം നടക്കണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പെക്കൂലിയർ കറസ്പോണ്ടിങ് ഫോർമാറ്റുകൾ ഉണ്ടാകണം. ഗ്രേസ് വർക്കൗട്ട് ചെയ്യണം. അതിന് നിൻ്റെക്ക് അനുകൂലമായി നിൻ്റെ ഗ്രേസ് വർക്കൗട്ട് ചെയ്യുന്ന സാഹചര്യം എന്താണ്? അത് നിങ്ങൾ ഉടമ്പടിയിൽ അന്വേഷിക്കണം. ഉടമ്പടി എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യണതെന്ന് നോക്കണം. എങ്ങനെയാണ് അത് ലിങ്കിൻ്റെ ആകണത്? ഇപ്പോൾ ബൈക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ആദ്യം ബാറ്ററി കൊണ്ടാണ് അത് കത്തിക്കണത് അല്ലേ? അല്ല, പെട്രോൾ കൊണ്ടല്ല കത്തിക്കണ ബൈക്ക്, അല്ല, ബാറ്ററി കൊണ്ടാണ് കത്തിക്കണേ. അതുപോലെ അത് സ്റ്റാർട്ട് ചെയ്യണത്, പിന്നെയാണ് പെട്രോൾ അവസാനം ഓടണത്. ഉടമ്പടി എങ്ങനെ ലിങ്ക് ചെയ്യണത്? അതിനെങ്ങനെയാണ് നമ്മൾ കത്തിക്കണത്? അതിന് നമ്മൾ ചെയ്യണത്, ഈ ഗ്രേസ് നമുക്ക് ലഭിക്കാൻ, കൃപ നമുക്ക് ലഭിക്കാൻ കുറഞ്ഞ പക്ഷം ഒരു നിലവാരമുള്ള വിശ്വാസം കീപ്പ് ചെയ്യണം. പിടികിടിയ ഇപ്പം മേരി ഗ്രേസ് തുമ്പോടി അവരുടെ സാക്ഷ്യതാണ്. അവർ അവസാന നിമിഷം വരെ അവർ അവരെ ഉടമ്പടി ചെയ്തു, അമ്മ എനിക്ക് ട്രിവാൻഡ്രത്ത് പോകാൻ പറ്റത്തില്ല, കാര്യം എൻ്റെ പ്രായമായ മാതാപിതാക്കന്മാരും എൻ്റെ കയ്യിരിക്കുന്ന ചോര കുഞ്ഞിനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്, എനിക്ക് ട്രാൻസ്ഫർ ചേഞ്ച് ചെയ്ത് തരണമെന്ന് പറഞ്ഞു. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ലക്ഷങ്ങൾ കൊടുത്ത് കയറാൻ വേണ്ടി വേറെ ആൾക്കാർ നിൽക്കണേ. ഇവളാൾക്കാണെങ്കിൽ ലക്ഷം കൊടുക്കാനോ 1000 കൊടുക്കാനോ ഒന്നും ഇല്ല. ഇവളുടെ കയ്യിൽ മെറിറ്റ് ഇല്ല. അതാണ് അതെല്ലാം മെറിറ്റ്. പണമെല്ലാം മെറിറ്റിൻ്റെ സ്ഥാനത്ത് വരുന്നതാണ്. പണം മെറിറ്റിൻ്റെ സ്ഥാനത്ത് വരുന്നതാണ്. അതില്ലല്ലോ. പിന്നെ ഗ്രേസേ വർക്ക് ചെയ്യത്തുള്ളൂ. കൃപയെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് സാധാരണ ഒരു വിഷയം, നിങ്ങളുടെ ജോലി, വീട്, വിവാഹം, വഴി കിട്ടുക, അല്ലെങ്കിൽ നിങ്ങളുടെ PR, അല്ലെങ്കിൽ നിങ്ങളുടെ ട്രാൻസ്ഫർ, അത് നിങ്ങളുടെ പരീക്ഷ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇതുപോലുള്ള എല്ലാവിധ ഫിസിക്കാലിറ്റിയിലെ മെയിൻ്റനൻസ് വരുന്ന ഫിസിക്കൽ ഫേവേഴ്സ് ഓഫ് കോൾഡ് ദ ബ്ലെസ്സിങ്സ്. അങ്ങനെ ദൈവാനുഗ്രഹം എന്ന് പറയണത്, ഇത് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ഒന്ന് മെറിറ്റിൽ വർക്കൗട്ട് ചെയ്യും, നിങ്ങളുടെ യോഗ്യതയാലല്ലെങ്കിൽ പിന്നെ വർക്കൗട്ട് ചെയ്യണത് ഗ്രേസിലാണ്. പക്ഷേ ഗ്രേസ് എന്ന് പറയണത് നിങ്ങളുടെ കൃപ. ഈ കൃപയിൽ വർക്കൗട്ട് ചെയ്യാൻ കൃപ വേണ്ടേ? ഇല്ലേ? കൃപ വേണമല്ലോ. ഈ കൃപ ലഭിക്കാൻ നമ്മളുടെ ഭാഗത്ത് നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, നിക്ഷേപം വേണം. ഈ കൃപ ലഭിക്കാൻ വേണ്ടിയുള്ള നിക്ഷേപത്തിൽ ഉടമ്പടി കുറേ അധികം എക്സർസൈസുകളുണ്ട്. ഉടമ്പടിയിൽ നിങ്ങളുടെ കൃപാ നിലവാരം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഈശോ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. എന്താണ്? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നവൻ, ബേസിക്കായിട്ട് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. എൻ്റെ കൽപ്പന എന്ന് പറയണതിൻ്റെ അകത്ത് കുറേ ഉണ്ട്. എന്തൊക്കെയാണ്? ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. എനിക്ക് വിശന്നു, നിനക്ക് ഭക്ഷണം തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. സോ ഇതെല്ലാം ഗ്രേസ് ഫോർമേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള
എക്സർസൈസുകളാണ്. അപ്പോൾ നിങ്ങൾ പത്രമൊക്കെ വാങ്ങിച്ച് കൊടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം എന്താണ് സംഭവിക്കണമെന്ന്. കാര്യം എന്താണ്, ഒരു രോഗിക്ക് നമ്മളൊരു വസ്ത്രം കൊടുക്കുന്നതിനേക്കാളും ഭയങ്കരമാണ് ഒരു പത്രം വാങ്ങിച്ച് കൊടുക്കുന്നത്. എന്താ കാര്യം വെച്ചാൽ രണ്ടും രണ്ടാണ്. ഒന്ന് ഈശോനെ കൊടുക്കുകയാണ്, മറ്റത് ഈശോയുടെ വാക്ക് പ്രകാരം നമ്മളെ കൃപ ആർജിക്കാൻ വേണ്ടി ഒരു കൃപാവര പ്രവൃത്തി ചെയ്യണം. മറ്റത് പ്രേക്ഷിത പ്രവർത്തനമാണ്. പത്രം കൊടുക്കുന്നത് എന്താണ്? കൃപാവര പ്രവർത്തനമല്ല, എന്താണ്? പ്രേക്ഷിത പ്രവർത്തനമാണ്. എന്താണ് അത്? വിശ്വാസം കൊടുക്കുകയാണ് ആൾക്കാർക്ക്. വസ്ത്രം കൊടുക്കുന്നതും വിശ്വാസം കൊടുക്കുന്നതും തമ്മിൽ, വിശ്വാസം കൊടുത്താൽ അവർക്ക് തന്നെത്താൻ വസ്ത്രം ഉണ്ടാക്കാൻ പറ്റും, വിശ്വാസം കൊടുത്തു കഴിഞ്ഞാൽ. ഇപ്പോൾ മേരി ഗ്രേസിൻ്റെ വിഷയം എന്താണ്? മേരി ഗ്രേസിന് വീണ്ടും വിളിപ്പിക്കുക വരും ഓഫീസിലോട്ട്. എന്നിട്ട് പറയും, മാഡം പ്രിൻസിപ്പൾ പറയും, നീ വേണ്ടത്തെ പോകണം, ലാസ്റ്റ് ഡേറ്റ് നാളെയാണെന്ന് പറയും. അപ്പോൾ ഇവൾ ചിന്തിച്ചില്ല, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ, അമ്മ ഇതിൻ്റെ ഇടപെട്ടില്ലായിരിക്കുമോ, ഞാൻ പോകേണ്ടി വരുമോ, പോയേക്കാം അല്ലേ, കഷ്ടപ്പാടായിരിക്കുമല്ലോ എന്നല്ല ചിന്തിച്ചത്. മറിച്ച് മേരി ഗ്രേസ് ചിന്തിച്ചത് എന്താണ്? നോ, ഇവരിപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് പറയുന്നില്ലേ ഞാൻ ട്രിവാൻഡ്രത്ത് പോകണമെന്ന്. അവസാനം ഇവരെന്നോട് പറയും, മാതാവ് ഇവരെ കൊണ്ട് പറയിപ്പിക്കും, നീ ട്രിവാൻഡ്രത്ത് പോകണ്ടെന്ന്. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. മനസ്സിലായേ? ഇവിടെയാണ് ചില ആൾക്കാർ ബാലികേറാൻ മറിയെന്ന് പറയുന്ന ഇതാണ്. ഇപ്പം ഇവർ അവസാന നിമിഷം വരെ ആ വിഷയം മോശമായിട്ട് തന്നെയാണ് നീങ്ങണത്, ഇല്ലേ? ആ വിഷയം അവസാനം വരെ എതിരായിട്ടാണ് നീങ്ങണത്. ഇപ്പോൾ സ്ഥലത്തിൻ്റെ ജപ്തി ഇപ്പം നടക്കും എന്നൊക്കെ പറഞ്ഞ് കയറി. അപ്പം ഇങ്ങനെ അവസാന നിമിഷം വരെ നമ്മൾ വച്ചിരിക്കുന്ന വിഷയം നമുക്ക് എതിരായിട്ടാണ് വരണമെന്നുണ്ടെങ്കിലും നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്നല്ല ഞാൻ പറയണത്, നിൽക്കാൻ പറ്റത്തില്ല. കാര്യം അങ്ങനെ ഉറച്ചു നിൽക്കുന്നത് വേറെ ഒരു തരം വിശ്വാസമാണ്, അനോയിൻറ്റഡ് ഫെയ്ത്ത് എന്ന് പറയും. നിങ്ങൾ പറയണം, കർത്താവേ, ഈ വിഷയം ഏത് പ്രതികൂല കാലാവസ്ഥയിലേക്ക് പോയാലും അവിടെയെല്ലാം സർവൈവ് ചെയ്യാൻ ആവശ്യമായ ഫെയ്ത്ത്, സർവൈവ്ഡ് ഫെയ്ത്ത് എന്ന് പറയും. സക്കോൾഡ് അതായത് സർവൈവ്ഡ് ഫെയ്ത്ത് എന്ന് പറയണത് നമ്മൾ സെൻറ്റ് പീറ്ററൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ്. എന്താണത്? അഗ്നി പരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസം സ്വർണത്തേക്കാൾ വിലയുള്ളതാണ്. ഇപ്പോൾ 1 പത്രോസല്ലേ അല്ലേ? 1 പത്രോസ് 1:7 ഒന്ന് പറഞ്ഞ, അഗ്നി പരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസം സ്വർണത്തേക്കാൾ വിലയുള്ളതാണ്. അപ്പം ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ഈ വിലയുള്ള വിശ്വാസത്തിന് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടി വരും. പറഞ്ഞ മനസ്സിലായ? നമുക്കുള്ളത് സാധാരണ വിശ്വാസമാണ് ഉള്ളത്. ഒരു വല്ല 18 ക്യാരറ്റോ ഒക്കെ ഇരിക്കും. 24 ക്യാരറ്റ് എന്ന് പറയുമ്പോൾ ചെമ്പ് കുറയുകയും സ്വർണം കൂടുകയും തങ്കമായി മാറുകയും ചെയ്യും. തങ്കപ്പെട്ട വിശ്വാസം എന്ന് പറയത്തില്ലേ, അതാണ് സാധനം. അഗ്നി പരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസം. കാര്യം ചില ആൾക്കാർ അഗ്നി പരീക്ഷകളിലൂടെ പോയാലും വിശ്വാസം ഇതിൻ്റെ അകത്ത് കത്തിച്ചാമ്പരായി പോകത്തില്ല. അഗ്നി പരീക്ഷകളെ എന്താ കാര്യം എന്നാൽ, ദൈവം ഈ സ്ഥാനത്ത് നിൽക്കുമ്പോൾ വിശ്വാസിയുടെ ഒരു അതർ എൻഡിൽ നിൽക്കുന്നത് ആരാണ്? ദൈവമല്ലേ. ഈ വിശ്വാസം അഗ്നി പരീക്ഷ അതിജീവിച്ച് കഴിയുമ്പോൾ അത് പക്ക ഉടമ്പടിയുടെ ഫലം ചെയ്യും. അതാണ് വിഷയം. ഈ വിശ്വാസം, ഇത് ടെക്നിക്കലായിട്ട് സംസാരിക്കുക, നിൻ്റെ വിശ്വാസം അഗ്നി പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ ആ വിശ്വാസം ഉടമ്പടിയുടെ ഫലം ചെയ്യും. എന്താ കാര്യം? സർവൈവ്ഡ് ഫെയ്ത്ത് ആവും. ദാറ്റ് ഈസ് ഫിഡലിറ്റി. ഫിഡലിറ്റി എന്ന് പറയുന്നത് എന്താണ്? വിശ്വസ്തത. അതാണ് വിഷയം. ഇപ്പോൾ ഇവിടെ മേരി ഗ്രേസിൻ്റെ വിഷയം എന്താണ്? മേരി ഗ്രേസ് ഇപ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുന്നു. അവർ ട്രിവാൻഡ്രത്തേക്ക് പോകാൻ പറയുമ്പോഴും ഇല്ല, അമ്മ എനിക്ക് ഇവിടെ തന്നെ തരും എന്ന് വിശ്വസിക്കുകയാണ്. അതായത് കാര്യങ്ങൾ ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ രോഗത്തെക്കുറിച്ചൊക്കെ ഓരോരോ കാരണങ്ങൾ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ ജപ്തി നടപടി ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ചില ആൾക്കാർ നെഞ്ചത്തിലടിക്കുകയും തലകുത്തി മറിയുകയും പ്രാർത്ഥന കുറയ്ക്കുകയും, അല്ലെങ്കിൽ ചില ആൾക്കാർ സ്മോൾ അടിച്ച് കറങ്ങി കിടക്കുകയും, ചില ആൾക്കാർ തന്നെത്താൻ പ്രാകുകയും, അല്ലെങ്കിൽ തൻ്റെ പരാജയമോ ജാള്യതയോ മറച്ചു വെക്കാൻ വേണ്ടി കുറേ ഇൻഡാസുകൾ വേറെ സൃഷ്ടിക്കുകയൊക്കെ ചെയ്യും. ഈ തവള വീഴുന്നുകൊണ്ട് ചുമ്മാ പത ഉണ്ടാക്കണ പോലെ ആ പതയുടെ കത്ത് കയറും തവള ഒളിച്ചു ഇരിക്കും വർഷകാലത്ത്. ഇതുപോലെ ഗിമിക്കുകളുണ്ടെന്നും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് സ്ട്രെയിറ്റ് ഫോർവേഡ് ഈ കാര്യത്തിൽ സിൻസിയർ ആൻഡ് സീരിയസ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നിൻ്റെ വിശ്വാസത്തിൻ്റെ പകരം വേറെ ഗിമിക്കുകൾക്കൊന്നും സ്ഥാനമില്ല. നീ പറഞ്ഞ, കർത്താവേ,
എനിക്ക് ഈ സിറ്റുവേഷൻ കടന്നു പോകാൻ ഒന്ന് പറഞ്ഞേ, കർത്താവേ കർത്താവേ എനിക്ക് എനിക്ക് ഈ സാഹചര്യം ഈ സാഹചര്യം കടന്നു പോകാൻ പറ്റുന്ന പരുവത്തിലുള്ള ആ അതിജീവിത വിശ്വാസത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഇപ്പം എന്താ അച്ഛൻ പറഞ്ഞത്? അതായത് സർവൈവ്ഡ് ഫെയ്ത്ത് ബേസിക്കലി കവനന്റിൻ്റെ ഫലം ചെയ്യണ കാര്യം എന്താണ്? ഉടമ്പടിയുടെ അത് വിശ്വസ്തതയായത് കൊണ്ടാണ്. കാര്യം ഉടമ്പടി നമ്മൾ പ്രകടിപ്പിക്കുന്നത് വിശ്വസ്തതയാണ്. അപ്പോൾ വിശ്വസ്തത എന്ന് പറയണത് നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ കാണിക്കേണ്ട ഒരു പരാജയം നടന്നെന്ന് വിചാരിച്ചോ. ഇപ്പം ഈശോ ഒരിക്കലും തോക്കത്തില്ലല്ല. എന്താ തോക്കാത്തത്? ഈശോ തോക്കത്തില്ല. അറ്റനിക്കോസ് യൂദാസിൻ്റെ അടുത്ത് തോറ്റില്ല, പീലാത്തോസിൻ്റെ അടുത്ത് തോറ്റില്ല, ദൈവപിതാവിൻ്റെ അടുത്തും തോറ്റില്ല. എന്താ കാര്യം? അവസാന നിമിഷം വരെ ഈശോ പിതാവിൻ്റെ ഇഷ്ടത്തിന് ഒന്നാം സ്ഥാനം കൊടുത്താണ് പോകുന്നത്. പിതാവേ സാധ്യമെങ്കിൽ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം. അപ്പോൾ ഈശോ തോറ്റില്ല. പിതാവിൻ്റെ മനസ്സ് നിറവേറ്റാൻ വേണ്ടി ഈശോ തോറ്റു കൊടുക്കുമ്പോൾ സംഭവിക്കണത് എന്താണ്? പിതാവ് ജയിക്കുകയാണ് ചെയ്യണത്. ദൈവവേദന എപ്പോഴും സംഭവിക്കണത് ഈ വിശ്വാസത്തിൻ്റെ ഈ യുദ്ധത്തിൽ നീ തോറ്റാലും നിൻ്റെ ദൈവം ജയിച്ചിരിക്കണം. എന്താ കാര്യം? ദൈവത്തിൻ്റെ വചനം. അത് പൗലോസ് അപ്പോസ്തലൻ പറയും, ഞാൻ മാത്രമേ വിലങ്ങ് വെക്കപ്പെട്ടിട്ടുള്ളൂ, ദൈവവചനത്തിന് വിലങ്ങില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമേ വിലങ്ങ് വെക്കപ്പെട്ടിട്ടുള്ളൂ, ദൈവവചനത്തിന് വിലങ്ങുകളില്ല. ദൈവവചനത്തെ ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റത്തില്ലെന്നാണ്. അതെപ്പോഴായാലും അത് ഫലം പുറപ്പെടുവിക്കും. അതുകൊണ്ട് ഞാൻ പറയും, പരമദൃഷ്ടിയാ നിനക്കിങ്ങനെ കുറച്ച് പരാജയങ്ങൾ ഉണ്ടായിരുന്നു, നിൻ്റെ വിസ വന്നില്ല, അത് വിത്തുകളുണ്ടായിപ്പോയി, നിൻ്റെ കൂട്ടുകാരൊക്കെ കയറിപ്പോയി, നിൻ്റെ സ്ഥലം വിൽക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ജപ്തി ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞാലും ഞാൻ കുലുങ്ങത്തില്ല. എന്താ കാര്യം? ജപ്തിയായി കഴിഞ്ഞാൽ ഈ സ്ഥലം തന്ന ആളുണ്ടല്ലോ, അയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ. പറഞ്ഞാൽ മനസ്സിലായില്ലേ? നിൻ്റെ വീട് സ്ഥലം ജപ്തിയായിപ്പോയി. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, അച്ഛാ ജപ്തിയായിപ്പോയി അച്ഛാ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ്, ഈ സ്ഥലവും തന്ന ആൾ ഉണ്ടാ എന്ന് ചോദിക്കൂ. ഇപ്പോഴും അയ്യോ അയാളൊക്കെ മരിച്ചു പോയില്ലേ? ഞാൻ പറഞ്ഞു അയാൾ മരിച്ചിട്ടില്ല. നിനക്ക് സ്ഥലം തന്ന ആരാണ്? ദൈവം അല്ലേ? അതാണ് സംഭവം, അതാണ് വിഷയം. നിനക്ക് ആ സ്ഥലം തന്ന അയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഇടക്കിടക്ക് പറയാനുള്ള സാക്ഷിയാണ്, മകൻ വണ്ടി ഇടിച്ച് മരിച്ചു. അപ്പോഴും എന്താ? ആ മകനെ കൊടുത്ത ആൾ ഇപ്പോഴും ജീവിച്ചിരിക്കുകയും. ആരാണ്? ദൈവം. അവർ പറഞ്ഞു നീ ഒന്നുകൂടി പ്രസവിച്ചോളാൻ പറഞ്ഞ്. മറ്റത് ഒരു കാഴ്ചയായിട്ട് ഏറ്റെടുത്ത് ദൈവം. അവർക്ക് വിശ്വാസമുണ്ട്. മകൻ്റെ മരണത്തെ കാഴ്ചയാക്കണമെങ്കിൽ അമ്മയ്ക്കത് വിശ്വാസം ഉണ്ടാകണം. അമ്മയ്ക്ക് വിശ്വാസം ഇല്ലാത്തവരും കാലം മകൻ്റെ മരണം ദുർമരണമാണ്. വിശ്വാസമില്ലാത്ത മാതാപിതാക്കന്മാരുടെ മക്കളുടെ മരണം ദുർമരണമാണ്. ദുർമരണമാകണം എങ്ങനെയാണ്? അവർക്ക് അതിൻ്റെ അകത്ത് വിശ്വാസമില്ല. അവരുടെ മകൻ വണ്ടി ഇടിച്ചാണ് മരിച്ചത്, 21 വയസ്സുള്ള മകൻ. പക്ഷെ അത് ദുർമരണമല്ല. എന്താ കാര്യം? അവിടെ അമ്മയ്ക്ക് വിശ്വാസമുണ്ട്. വിശ്വാസമില്ലാത്ത മാതാപിതാക്കന്മാരുടെ മക്കൾ മരിക്കുമ്പോൾ അത് ദുർമരണമായി പോകും. കാര്യം എന്താണ്? അത് കാഴ്ചയായി ദൈവം സ്വീകരിക്കണില്ല. വിശ്വാസമുള്ളവൻ്റെ സകന ബലി ദൈവം കാഴ്ചയായി സ്വീകരിക്കും. അപ്പോൾ അത് എന്ത് വരണമാണത്? അതിലൂടെ കൃപയാണ് കിട്ടുന്നത്. ഇത് തിരിച്ച് മനസ്സിലാക്കണം നമ്മൾ. ആ ചേട്ടത്തി ഒരു മകൻ മരിച്ചിട്ടും 1 മണിക്കൂർ രാത്രി 1 മണി രാത്രി വരെയാണ് ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്, ഭാര്യയും ഭർത്താവും കൂടി. അങ്ങനെ മകൻ മരിച്ചിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം. വേറെ അവരെ കുർബാനക്കും പോകത്തില്ല, പള്ളിയിലും പോകത്തില്ല. എന്താ കാര്യം? എന്താ പ്രശ്നം? അത് എൻ്റെ അനിയൻ മരിച്ച കാരണം എൻ്റെ ആങ്ങള ഇപ്പം ദൈവവിശ്വാസമില്ല. ഞാൻ പറഞ്ഞു അവനെ തല്ലിക്കൊല്ലാൻ പറഞ്ഞു. എന്താ കാര്യത്തിൽ? അവനെ ട്രെയിൻ ചെയ്തിരിക്കുന്ന സച്ചവേ. എൻ്റെ അനുജൻ മരിച്ച കാരണം എൻ്റെ പെണ്ണട വന്ന് സംസാരിക്കണം. എൻ്റെ അനുജൻ ആങ്ങളെയാണ്, കുഞ്ഞാങ്ങള മരിച്ചത് കാരണം എൻ്റെ ചേട്ടന് ഇപ്പം വിശ്വാസമില്ല. ഞാൻ പറഞ്ഞു അവനെ തല്ലിക്കൊല്ലണമെന്ന് പറഞ്ഞു. സ്നേഹത്തോടെയാണ് ഞാൻ അവളോട് പറഞ്ഞത്, ഞാൻ ഇങ്ങനെയല്ല പറഞ്ഞത്. പക്ഷേ എന്താ പ്രശ്നം? ഞാൻ എന്നിങ്ങനെ നെഗറ്റീവ് എപ്പോഴും പറയത്തുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ പോസിറ്റീവ് നിങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ അതിനെ ആക്കി പറയണതല്ല. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വിശ്വാസമില്ലാത്തവന് അതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. വിശ്വാസമുള്ളവൻ അത് സുരഭില ബലിയായി ദൈവത്തിനു സമർപ്പിച്ചു. എന്താ കാര്യം? നമുക്ക് മുമ്പേ പോയവൻ നമ്മുടെ മൂത്തച്ചേട്ടൻ അങ്ങനെയാണ് ചെയ്തത്. പിതാവേ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം, അത് സുരഭില യാഗമാക്കി മാറ്റിയത്. അതുകൊണ്ട് എന്ത് ചെയ്ത്? അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി, എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം അവിടത്തേക്ക് നൽകി. അവൻ്റെ നാമം കേൾക്കുന്ന മാത്രമേ താഴെ പാതാളത്തിലും ഭൂസ്വർഗ്ഗങ്ങളുമുള്ള
എല്ലാ ജീവജാലങ്ങളും മുഴങ്കാലം അടക്കേണ്ടിയിരിക്കും. ദൈവപൈതലേ, നിന്നെ മഹത്വപ്പെടുത്താൻ വേണ്ടി ദൈവം നിന്നെ താഴ്ത്തുമ്പോൾ താഴ്ചയെ നീ മനസ്സിലാക്കണത് പരിശുദ്ധാത്മാവിനല്ലെങ്കിൽ പിന്നെ നീ ക്രിസ്ത്യാനിയായി തുടരുന്നതിൻ്റെ അർത്ഥം എന്താണ്? അതായത് ഫിലിപ്പിയൻസിൻ്റെ 4:6 അവൻ പ്രകൃത്യാ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിച്ചില്ല. അവൻ തന്നെ താഴ്ത്തി മരണത്തോളം കുരിശുമരണത്തോളം അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം അവിടത്തേക്ക് നൽകി. അങ്ങനെ ഇപ്പോഴും ട്രിവാൻഡ്രത്ത് പോണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും ഒരു അവസാന നിമിഷം ഇവർ പറയും, വേണ്ട മേരി ഗ്രേസ് പോകത്തില്ല എന്നൊന്നും ഇവൾ പറയത്തില്ല. ഇവൾ വെറുതെ ഇരിക്കുകയുള്ളൂ പ്രാർത്ഥിച്ചുകൊണ്ട്. കാര്യം എന്താ? അമ്മയുമായി ഉടമ്പടി ചെയ്തിട്ടുണ്ടല്ലോ, അമ്മയുടെ തീരുമാനം വരും, അതുവരെ വെയിറ്റ് ചെയ്യും. എന്നിട്ട് ഇവിടെ പറയും, നീ പോകണ്ട, നീ ആലപ്പുഴ തന്നെ പോയാൽ മതി എന്ന് പറയും. ഒരു വിഷയം കണ്ട അവസാനം വരെ നിൽക്കുകയാണ്, പരീക്ഷണങ്ങളെ അതിജീവിക്കുകയാണ് ശരിക്കും. ഇതിനിടയ്ക്ക് സംസാരമില്ല, മേരി ഗ്രേസ് സംസാരിക്കണില്ലല്ലോ. ഇതിനിടയ്ക്ക് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേസ് ഹിസ്റ്ററി പരിശോധിക്കുകയാണ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? കേസ് ഹിസ്റ്ററി എന്ന് പറയുന്നത് എന്താണ്? ഉടമ്പടിയുടെ ഒരു സാക്ഷ്യം. നമ്മൾ എന്ത് ചെയ്യണം? സാക്ഷ്യം ധ്യാനിക്കാൻ ബൈബിൾ പറയും. അങ്ങനെ ബൈബിൾ പറയുന്നുണ്ട് സാക്ഷ്യം ധ്യാനിക്കണമെന്ന്. ഒന്ന് ശ്രുതിക്കട്ടെ മക്കളെ. യേശു സ്വസ്ഥം. ഹല്ലേലൂയ. വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും. വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ. വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും. വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ. സങ്കീർത്തനം 119:27 നോക്കുക. സങ്കീർത്തനം 119:27. അങ്ങയുടെ പ്രമാണങ്ങൾ നിർദ്ദേശിക്കുന്ന വഴി എനിക്ക് കാണിച്ചു തരണമേ. അങ്ങയുടെ പ്രമാണങ്ങൾ നിർദ്ദേശിക്കുന്ന വഴി എനിക്ക് കാണിച്ചു തരണമേ. ഞാൻ അങ്ങയുടെ അത്ഭുത കൃത്യങ്ങളെ പറ്റി ധ്യാനിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് സംഭവം. അതന്നെ ഉടമ്പടി എന്ന് പറയണത്. ഉടമ്പടി എന്ന് പറയണത് അതാണ്. കാര്യം എന്താണ്? കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നിർവഹിച്ചുകൊള്ളാമെന്ന് പറയണതാ. അങ്ങയുടെ പ്രമാണങ്ങൾ പറഞ്ഞേ, നിർദ്ദേശിക്കുന്ന വഴി എനിക്ക് കാണിച്ചു തരണമേ. അപ്പോൾ എന്ത് സംഭവിക്കുന്ന പറയണത്? പ്രമാണങ്ങൾ നിർദ്ദേശിക്കുന്ന വഴി അവൻ പറയണ പോലെ ചെയ്യുക എന്നായി പറയണത്. കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുക. അതാണ് സങ്കീർത്തനം 119:27. ഒന്ന് പറഞ്ഞ്, അങ്ങയുടെ പ്രമാണങ്ങൾ നിർദ്ദേശിക്കുന്ന വഴി എനിക്ക് കാണിച്ചു തരണമേ. അപ്പോൾ എന്ത് സംഭവിക്കും? ഞാൻ അങ്ങയുടെ അത്ഭുത കൃത്യങ്ങളെക്കുറിച്ച്, ഉടമ്പടിയും സാക്ഷ്യമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അങ്ങയുടെ പ്രമാണങ്ങൾ നിർദ്ദേശിക്കുന്ന വഴികളെക്കുറിച്ചാണ് ഉടമ്പടി സംസാരിക്കുന്നത്. അങ്ങയുടെ പ്രമാണങ്ങൾ നിർദ്ദേശിക്കുന്ന വഴി എനിക്ക് കാണിച്ചു തരണമേ. ഉടമ്പടിയുടെ വഴികളെക്കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചത്. മേരി ഗ്രേസ് അവസാന നിമിഷം വരെ മിണ്ടത്തില്ല, അവസാന നിമിഷം വരെ ഫൈറ്റ് ചെയ്യത്തില്ല, എനിക്ക് കുഞ്ഞുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ബാർഗെയിൻ ചെയ്യത്തില്ല, എൻ്റെ മാതാപിതാക്കന്മാർ പ്രായമുള്ളവരാണെന്ന് പറയത്തില്ല. പിന്നീട് കാര്യം എന്താണ്? അവർക്ക് ജോലിയില്ല, ഉള്ള ജോലി അവർക്ക് വേണേ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യണ്ട. നമുക്ക് പറ്റില്ലെങ്കിൽ അവൾ വീട്ടിൽ രാജിവെച്ച് പോകാം, വേറെ ആൾക്കാരകത്ത് കയറും. അതുകൊണ്ട് അവർക്കവിടെ ക്ലെയിമൊന്നുമില്ല. ക്ലെയിമില്ലാത്ത വ്യക്തി നിശബ്ദമായിട്ടിരിക്കുക. പക്ഷെ എന്താ? നിശബ്ദമായിട്ടിരിക്കുമ്പോൾ ദൈവമാണ് ഇനി അവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തേണ്ടത്. അതിന് നമുക്ക് എന്താ വേണ്ട? വിശ്വാസം. അതുകൊണ്ട് മേരി ഗ്രേസ് അവസാനം വരെ ഇരിക്കും. അവസാനം ഇറങ്ങിപ്പോരാൻ നേരത്ത് പറയും, മേരി ഗ്രേസ് സാരമില്ല, നീ ട്രിവാൻഡ്രത്ത് പോയിക്കൊള്ളാൻ പറയും. അതാണ് അവരുടെ സാക്ഷ്യം. അങ്ങയുടെ പ്രമാണങ്ങൾ നിർദ്ദേശിക്കുന്ന വഴി പറഞ്ഞേ, അങ്ങയുടെ പ്രമാണങ്ങൾ നിർദ്ദേശിക്കുന്ന വഴി എനിക്ക് കാണിച്ചു തരണമേ. അപ്പോൾ എന്ത് സംഭവിക്കും? ഉടമ്പടിയുടെ വഴികൾ കാണിച്ചു തരുമ്പോൾ എന്ത് സംഭവിക്കും? സാക്ഷ്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് പറയണത് സങ്കീർത്തനം 119:27 അങ്ങയുടെ പ്രമാണങ്ങൾ നിർദ്ദേശിക്കുന്ന വഴി പറഞ്ഞേ, അങ്ങയുടെ പ്രമാണങ്ങൾ നിർദ്ദേശിക്കുന്ന വഴി എനിക്ക് കാണിച്ചു തരണമേ. ഞാൻ അങ്ങയുടെ അത്ഭുത കൃത്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കും. ഉടമ്പടിയിൽ വരണത് എന്താണ്? സാക്ഷ്യങ്ങളല്ലേ വരണത്. സാക്ഷ്യങ്ങൾ എന്തിനുള്ളതാണെന്ന് ബൈബിൾ പറയണത്? ധ്യാനിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സാക്ഷ്യങ്ങൾ എടുക്കുന്നത്. ഇടയ്ക്ക് ഓരോരോ കേസ് ഹിസ്റ്ററി എടുക്കണില്ലേ, അതിലെന്താ സംഭവിച്ചെന്ന് പറഞ്ഞ കാര്യം എന്താണ്? ഉടമ്പടിയിൽ വരുന്നത് സാക്ഷ്യങ്ങളാണ്. സാക്ഷ്യങ്ങൾ എന്തിനുള്ളതാണ്? സഭ ധ്യാനിക്കാനുള്ളതാണ്. സാക്ഷ്യങ്ങൾ ധ്യാനിച്ച് കഴിയുമ്പോൾ
ആ സാക്ഷ്യങ്ങളിലേക്ക് ആ വ്യക്തി എത്തിച്ചേർന്നിട്ടുള്ള വഴികളുണ്ട്. അതാണ് അങ്ങയുടെ പ്രമാണം നിർദ്ദേശിക്കുന്ന വഴി. ആ സാക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരണത് ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ. ആ സാക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരണം നമ്മൾ. അപ്പം അതിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഒരു വിഷയം പറഞ്ഞില്ലേ, അവർക്ക് പേടിയാണെന്ന് പറഞ്ഞില്ലേ, ലില്ലിക്കുട്ടി അല്ലേ, ലില്ലിക്കുട്ടി. അവർക്ക് 26 ദിവസം കൊല്ലമായിട്ട് അവർക്ക് മാനസിക രോഗമോ പിശാച് ബാധയോ എന്തോ. പക്ഷേ എന്താണ്, 26 കൊല്ലം മെഡിസിൻ എടുക്കുകയാണേ. അവർക്ക് തിരക്കാനും ചോദിക്കാനും ആ ബന്ധുക്കളും സ്വന്തപ്പെട്ടുള്ളവരുണ്ട്. അല്ലെങ്കിൽ ചെമ്പരത്തി പൂ ചെയ്തു വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടി വന്നതിനാണ്. ആ ഒരു ഡ്രാസ്റ്റിക് കണ്ടീഷനാണ്. ഈ ഡ്രാസ്റ്റിക് കണ്ടീഷനിൽ നിന്ന് വ്യക്തി തിരിച്ചു തന്നെ വരവുണ്ടില്ലേ. എന്താണ് അവർക്ക് ആ പിന്നിൽ നിന്ന് ആ സ്വരം കേൾക്കും. എന്താണ്, ഉടമ്പടി കാശുരം എടുത്തുകൊണ്ട് നീ കഴുത്തിൽ ധരിക്കുക. അത് ജ്ഞാപകമായി ധരിക്കാൻ ഇപ്പോൾ പറഞ്ഞാലല്ലോ. ഉടമ്പടി തുടങ്ങിയ കാലത്ത് ദൈവം പറഞ്ഞതല്ലേ, ഞാൻ നിനക്ക് തരുന്ന ജ്ഞാപകം നീ കഴുത്തിൽ ധരിക്കണം, അല്ലെങ്കിൽ നെറ്റിയിൽ പട്ട പോലെ ചാർത്തണം. എന്തിനാണ്? കാരണം ഹിയർ ഓ ഇസ്രായേൽ, ദ ലോർഡ് യുവർ ഗോഡ് ഈസ് വൺ ലോർഡ് ആൻഡ് യു ഷൽ ലവ് യുവർ ഓൾ ഗോഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്. നിൻ്റെ പൂർണ്ണമായ മനസ്സോടുകൂടി ദൈവത്തെ സ്നേഹിക്കുക. ഉടമ്പടി എന്തിനുള്ളതാണ്? പൂർണ്ണമായ മനസ്സോടുകൂടി ദൈവത്തെ സ്നേഹിക്കാനുള്ളതാണ്. ഉടമ്പടി എടുക്കുന്ന വ്യക്തി ശ്രദ്ധിക്കണം, നിങ്ങൾ പൂർണ്ണമായ മനസ്സോടുകൂടി ദൈവത്തെ സ്നേഹിക്കണം. അല്ല ഒരു കല്യാണം വന്ന് ആ ചെറുക്കൻ എനിക്കിഷ്ടമായിരുന്നു, ആ കല്യാണം അവസാനം പോയി, ആരാണ്ടൊക്കെ ഏഷണി പറഞ്ഞ് പോയതാണ്, ഇനി ഞാൻ ഒരു പരിപാടിക്കും വരുന്നില്ല, ഇനി ആരുടെ എന്നെ മുമ്പ് വിളിച്ചേക്കെന്ന് പറഞ്ഞിട്ട് ഇവളിങ്ങനെ ഈ വയറ്റത്തിൽ കുത്തുകൊണ്ട പാമ്പിനെ പോലെ കട്ടിലേ പോയി ചുരുണ്ട് കിടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി പൂർണ്ണമായിട്ട് പാലിക്കുന്ന ആളാണ് അല്ല. അതാണ് പ്രശ്നം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഉടമ്പടിയെ ഉഴപ്പണവരുടെ പുച്ഛമാണ്. എന്താ കാര്യം എന്നറിയാം, അവർക്ക് ദൈവത്തെ അറിയത്തില്ല. അവർ വേറെ എന്തോ ഏടാകൂടത്തിലൂടെ വന്നിരിക്കുന്നതാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ഉടമ്പടി ചെയ്യേണ്ടത് ഒരു വ്യക്തിയോടെന്ന് വെച്ചാൽ ആ വ്യക്തി നീ ചത്താലും ചാകാതെ നിൽക്കണം നിത്യനായ ദൈവത്തോടാണ് നീ ഉടമ്പടി ചെയ്യണത്. അവന് ഏത് സമയത്ത് വേണം നിൻ്റെ വിഷയം സെറ്റ് ചെയ്യാൻ പറ്റും. എന്നോട് കല്യാണം വീണ് പോയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പോട്ടടി, നിൻ്റെ കല്യാണം, നിൻ്റെ ചെറുക്കൻ വേറെ വരുന്നുണ്ടെന്ന് പറയും. അതല്ല നിൻ്റെ ചെറുക്കൻ. ഇവളെന്നാ വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇപ്പോഴീ മൊബൈലൊക്കെ ഉള്ള കാരണമേ അല്പം ചെറുക്കൻ ഇഷ്ടപ്പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്പർ വാങ്ങിച്ചു, പിന്നെ ചീറ്റായി, പിന്നെ ഉറക്കമില്ല, പിന്നെ കട്ടിലേക്ക് കമന്ന് കിടന്നുകൊണ്ട് ഓരോ മെസ്സേജ് പിടിക്കണം, ഹായ് ഹൂ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ പ്രാന്ത് നിനക്ക് തലക്കെട്ടിട്ടടിക്കാൻ ബസ് പിടിച്ച് ഇങ്ങനെ. അതായത് ദൈവത്തെ പിന്നെ മാറ്റി നിർത്തി. പിന്നെ ഉടമ്പടിയുമില്ല, പ്രാർത്ഥനയില്ല, അവർക്ക് പ്രത്യക്ഷയുടെ പ്രാർത്ഥനയില്ല, ഇവനുമായിട്ട് കമന്ന് കിടന്നത് ചാറ്റാണ്. ദൈവത്തെ മാറ്റി കിടത്തിയപ്പോഴുണ്ട് ആ സാധനം പെട്ടുപോയി. നിങ്ങൾ എന്ത് അനുഗ്രഹം കിട്ടിയാലും ജോലി കിട്ടിയാലും ചില ആൾക്കാർക്ക് ഒരു പൊട്ടത്തരമുണ്ട്, അവരപ്പം ദൈവത്തെ മറക്കും. അനുഗ്രഹം ഒന്ന് കയ്യിലിട്ടാൽ മതി, അപ്പം തന്നെ അവർ പിന്നെ പഴയ ആൾക്കാരെ മാറും. ഇത് ദൈവത്തിന് അറിയാവേ. അത് ചുമ്മാ വയറ്റിപ്പഴപ്പ് കയ്യാങ്കളിക്ക് വന്നിരിക്കണമെന്ന് കർത്താവിന് അറിയാം. എന്തെങ്കിലും ഒരു അനുഗ്രഹം കിട്ടിയാൽ പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ചെല്ലുണ്ട്, മണ്ണാങ്കഴി വഴിക്ക് മാമയില്ലെന്ന്. ആ വഴിക്ക് പിന്നെ പോകത്തില്ല, കർത്താവിൻ്റെ അടുത്ത് വഴി ഉപേക്ഷിക്കും, പിന്നെ നിൻ്റെ പഴയ സ്വഭാവം കാണിക്കും. ഇത് കർത്താവിന് നേരത്തെ അറിയാം. അതാണ് കുഴപ്പം. നീ എന്തെങ്കിലും ഉടായ്പ കാണിക്കാൻ പോകുന്നുണ്ടോ, നീ രക്ഷപ്പെട്ട് ജോലി കിട്ടി ഇവിടെ നിന്ന് ചാടിക്കഴിഞ്ഞാൽ പിന്നെ അപ്പനെയും വേണ്ട, അമ്മനെയും വേണ്ട, ആങ്ങളെയും വേണ്ട, ആരെയും വേണ്ട. നീ നിൻ്റെ ലോകത്തേക്ക് പോയി നിൻ്റെ ആത്മാവിനെ പോലും നഷ്ടപ്പെടുത്തും. ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്നതിനൊക്കെ പെൺപിള്ളേർക്ക് അല്ലെങ്കിൽ ആൺപിള്ളേർക്ക് ഈ കാലങ്ങളിൽ വലിയ ഒരു സങ്കടമോ പേടിയോ ഒന്നും ഇല്ലല്ലോ. രക്ഷപ്പെട്ട് കാര്യം എന്താണ്? നരകത്തിൻ്റെ വിറകുള്ളി എന്ന് പറഞ്ഞ സാധനമല്ലേ ഇത്. എന്ന് ആത്മാവിനെ നഷ്ടപ്പെടുന്നത്. അതായത് സ്വന്തം കമിതാവ് ഏത് വിശ്വാസി ആയാലും കുഴപ്പമില്ല, അവന് ബോഡി എല്ലാ അവയവങ്ങളും ഉണ്ടെങ്കിൽ ഇവിടെ ഒക്കെയാണ്. അവിടെയാണ് പ്രശ്നം വരുന്നത്. ഈ ബോഡിയുടെ അവയവങ്ങളും മുഖമൊക്കെ ഈ സാധനമൊക്കെ കുറച്ചുമ്പോൾ പോവുകയെ. നിങ്ങൾ ഇതൊന്നും പോകാത്ത ഒരാളിൻ്റെ അടുത്താണ് നിങ്ങൾ ഉടമ്പടി ചെയ്യണത്. നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവം ഗോഡ് എലോൺ എന്ന് പറഞ്ഞ് ഉടമ്പടി, കർത്താവേ എന്ത് നഷ്ടപ്പെട്ടാലും എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ നഷ്ടം നിന്നെ നഷ്ടപ്പെടുന്നതാണെന്ന് പറയാനുള്ള ചങ്കൂറ്റമുള്ളവർക്ക് ഉടമ്പടിയുടെ ഒന്നാമത്തെ സാക്ഷികളായി മാറും. അല്ല, ഉടമ്പടി കഴിയുമ്പോൾ ഈ ഉടമ്പടി വച്ചിരിക്കുന്ന കാര്യങ്ങൾ ചില അപ്പന്മാർക്ക് അവസാനമാണ് ബോധം വരത്തുള്ളൂ. ചില അപ്പന്മാർക്ക്, ചില പിള്ളേരൊക്കെ ഈ കുഞ്ഞ് നിൽക്കിട്ടുകൊണ്ട് നടക്കുന്ന പ്രായമില്ലേ, അപ്പം അപ്പനെ കാണുമ്പോഴൊക്കെ ഈ നമ്മൾ അപ്പൻ്റെ ടൗണിൽ നിന്നൊക്കെ വരുമ്പോൾ കുഞ്ഞുങ്ങൾ ചാടിക്കൊണ്ട് തുള്ളിക്കൊണ്ട് ചെല്ലത്തില്ല. അമ്മയുടെ മടിയിരിക്കുവേ. അമ്മയുടെ മടിയിരിക്കണ 1.5 വയസ്സ് 2 വയസ്സുകാരി അപ്പനെ അടുക്കള ഗേറ്റിക്കെ കാണുമ്പോൾ തന്നെ ചാടിക്കൊണ്ട് ചെല്ലും. എന്നിട്ട് മക്കളെ വാരി അങ്ങ് മനുഷ്യനെടുത്തു എന്ന് ഉയർത്തും. ഈ മനുഷ്യന് പൊട്ടനാണ്. അയാൾ വിചാരിച്ചിരിക്കണം അയാളോടുള്ള ഭയങ്കര പണ്ടാര സ്നേഹമാണ്, ഭാര്യയേക്കാൾ കുഞ്ഞിന് എന്നോടാണ് സ്നേഹം എന്നൊക്കെ പറഞ്ഞാണ് വലിച്ചു പൊക്കണത്. ആ വലിച്ചു പൊക്കി താഴെ വെക്കും, പിന്നെ കൊച്ചിനെ കാണത്തില്ല. എന്താ കാര്യം? അപ്പൻ്റെ കയ്യിലുള്ള പൊതി അടിച്ചോണ്ട് ആ കൊച്ചു പോയി കളഞ്ഞു. അപ്പൻ്റെ കയ്യിലെ പൊതി കണ്ടുകൊണ്ടാണ് ചാട്ടം ചാടണത്. പൊതി കൈ കിട്ടിയ പിന്നെ അപ്പന് വേണ്ടല്ല. ദൈവത്തോടുള്ള
പല അണ്ണന്മാരുടെ നിലപാട് അതാണ്. ഈ ഉടമ്പടി പ്രകാരം ദൈവതിരുസന്നിധിയിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ മുങ്ങല. പിന്നെ ഈ ദൈവതിരുസന്നിധി വന്നെങ്കിൽ അടുത്ത പ്രശ്നം ഉണ്ടാകണം. അപ്പോൾ ഒരു തീരുമാനം എടുക്കുക, കർത്താവേ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞ്, കർത്താവേ എൻ്റെ ഉടമ്പടിയുടെ കാലാവസ്ഥകള് ഏത് രീതിയിൽ നീങ്ങിയാലും കർത്താവേ വിശ്വാസത്തോടു കൂടി സ്നേഹത്തോടു കൂടി വിശ്വസ്തയോടു കൂടി ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകാൻ എന്നെ അനുഗ്രഹിക്കണം. ശ്രദ്ധിക്കട്ടെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും. വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും. വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 119:28. സങ്കീർത്തനം 119:28 പറഞ്ഞേ, ദുഃഖത്താൽ എൻ്റെ ഹൃദയം ഉരുകുന്നു, ദുഃഖത്താൽ എൻ്റെ ഹൃദയം ഉരുകുന്നു. ഞാൻ അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് കർത്താവേ എന്നെ ശക്തിപ്പെടുത്തണമേ. എന്റെ തെറ്റായ മാർഗങ്ങളെ എന്നിൽ നിന്ന് അകറ്റണമേ. കാരുണ്യപൂർവം എന്നെ നിയമം പഠിപ്പിക്കണമേ. ഞാൻ വിശ്വസ്തതയുടെ മാർഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങയുടെ ശാസനങ്ങള് എല്ലാം എന്റെ കൺമുമ്പിലുണ്ട്. ഉടമ്പടിയുടെ മാർഗമാണ് വിശ്വസ്തയുടെ മാർഗം എന്ന് പറയുന്നത്. 119:30 ഞാൻ വിശ്വസ്തയുടെ മാർഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. എൻ്റെ കരൾ ഉരുകുന്നു, പക്ഷെ വാഗ്ദാനത്താൽ നീ എന്നെ ശക്തിപ്പെടുത്തണമേ. കാര്യം ഉടമ്പടി വർക്ക് ചെയ്യണ വാഗ്ദാനത്തിലാണ്. ഞാൻ ചെന്ന് ആദ്യമേ പറഞ്ഞില്ലേ, നിൻ്റെ ജീവിതത്തിൻ്റെയും വരാനിരിക്കുന്ന ജീവിതത്തിൻ്റെയും ഈ ഭൂമിയിൽ മനുഷ്യരാശി പുലരുന്ന അത്രയും കാലമുള്ള മാനവവംശത്തിൻ്റെ ലോകരാശിയുടെ മുഴുവനും ആവശ്യങ്ങളിലെ ഒരാപ്പാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത്. സാധ്യത ഞാൻ ഫുൾ ഓപ്ഷൻ എന്നൊക്കെ പറയും. കാര്യം 21 കൊല്ലം, 36 കൊല്ലത്തെ കൗൺസിലിംഗ് ആണ്. 21 ലക്ഷത്തെ ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ എല്ലാ ധ്യാനത്തിലും പറയും. എന്താ കാര്യം എന്നറിയാമോ? ഈ കാര്യങ്ങളിലെല്ലാം ആൾക്കാരിൽ പ്രവർത്തിച്ച ദൈവത്തെ എനിക്കറിയാം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് ഒരിക്കലും ഒരു നഷ്ടം വരത്തില്ല. ദൈവവേദലെ എവിടെയെങ്കിലും നിൻ്റെ ഇച്ഛാശക്തിക്ക് നീ ആഗ്രഹിക്കുന്ന രീതിയിൽ നടന്നില്ലെങ്കിൽ അതപ്പം തന്നെ നീ കൈപൊക്കി കർത്താവിൻ്റെ ആഗ്രഹം ഒന്ന് പ്രഖ്യാപിക്കണം. മനസ്സിലായില്ലേ? അത് നമ്മളെ ആഗ്രഹം നടക്കുന്നതിനേക്കാൾ ശക്തമായിട്ട് അത് നിനക്ക് വർക്കൗട്ട് ചെയ്ത് തരും. ഇവിടെ എന്താ എഴുതിയിരിക്കണത്? എൻ്റെ വിശ്വസ്തയുടെ മാർഗം. ഞാൻ സങ്കീർത്തനം 119:30 ഞാൻ വിശ്വസ്തയുടെ മാർഗം പറഞ്ഞേ. ഞാൻ വിശ്വസ്തതയുടെ മാർഗം. അതാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ഉടമ്പടി വിശ്വാസത്തിലല്ല വർക്ക് ചെയ്യണത്, പിന്നെ എങ്ങനെയാണ്? വിശ്വസ്തതയിലാണ്. ആ വിശ്വസ്തയുടെ മാർഗം തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? അതായത് ദുഃഖത്താൽ എൻ്റെ ഹൃദയം ഉരുകുന്നു. ഓരോരോ വിഷയമില്ലേ, ദുഃഖത്താൽ ഉരുകുന്നു. പിന്നെന്താ പറയണത്? അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ. കാര്യം മനുഷ്യന് വാഗ്ദാനം കിട്ടാൻ ദൈവം എല്ലാം വാഗ്ദാനത്തിൻ്റെ രീതിയിലല്ലേ ഓഫർ ചെയ്തിരിക്കണത്. നമ്മുടെ വീട്, ജോലി, വിവാഹം, പ്രൊമോഷൻ, PR, നമ്മുടെ എല്ലാ നിയമ പരീക്ഷകളും അതുപോലെ തന്നെ മനുഷ്യൻ്റെ എല്ലാ മെയിൻ്റനൻസ് വിഷയങ്ങളെല്ലാം ദൈവം വാഗ്ദാനത്തിൻ്റെ രീതിയിലാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അല്ല, നമുക്ക് 1 ലക്ഷത്തി ഒരു ഈ ഭൂമി ജീവിക്കാൻ പോകുന്ന മനുഷ്യൻ ഇപ്പം തന്നെ 800, 1000 കോടിയുണ്ട്. ഈ കോടികൾക്കെല്ലാം 10,000 കോടി ആവശ്യങ്ങളാണ് ഉള്ളത്. ആ ഓരോ ആവശ്യങ്ങൾക്കും ഓരോരോ പ്രാർത്ഥനയല്ല, ദൈവം ഇതെല്ലാം കൺസൈസ് ചെയ്ത് വാഗ്ദാനമാക്കിയിരിക്കുക, പ്രോമിസാക്കിയിരിക്കുക. അത് രണ്ടായിട്ട് ദൈവം തിരിക്കും. പ്രോമിസിന് എന്താണ്? ഞാൻ ചൂണ്ടിക്കാണിക്കണ ദേശം നിനക്ക് അവകാശമായി തരും. ആണ് ദേശം. ദേശം എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം ഉണ്ട്. ഒരു സ്ഥലത്ത് പോയി നമ്മൾ ജീവിക്കണമെങ്കിൽ എന്ത് വേണം? വീട് വേണം, പിന്നെ എന്ത് വേണം? വെള്ളം വേണം, പിന്നെ എന്താണ്? വഴി വേണം,
പിന്നെ എന്താണ്, വണ്ടി വേണം, ഇൻ്റർനെറ്റ് വേണം, എല്ലാം. ദേശം എന്നുള്ള ഒറ്റ വാഗ്ദാനത്തിലാണ് ഇൻ്റർനെറ്റ് വരെ ഉള്ളത്. പിടിയിടുക. അതായത് എബ്രഹാത്തിനോട് എന്താ പറയണത്? ഞാൻ ചൂണ്ടിക്കാണിക്കണ ദേശം നിനക്ക് എന്ത് തരും? അനുഗ്രഹമായി നൽകുമെന്നല്ല പറയണത്. പിന്നെ എന്താണ്? അവകാശമായി നൽകും. അത് ഉടമ്പടി പ്രീസപ്പോസ് ചെയ്തുകൊണ്ട് മാത്രമേ അവകാശം പറയാൻ പറ്റത്തുള്ളൂ. കാര്യം വിശ്വാസി അവകാശമല്ല പ്രാപിക്കുന്നത്, അനുഗ്രഹമാണ് പ്രാപിക്കുന്നത്. ഉടമ്പടി ചെയ്യുന്നത് റിലേറ്റീവാണ്, റിലേഷനിലാണ്. അപ്പോഴെന്താ പറയുക? അവൻ അവകാശമാണ് പ്രാപിക്കുന്നത്. ചൂണ്ടിക്കാണിക്കുന്ന ദേശവും സന്താനങ്ങളും എന്നാണ് ഇതിനകത്തുള്ളത് മുഴുവനും. അപ്പം എല്ലാ കാര്യങ്ങളും, ഒന്ന് ദേശവും, പിന്നെ നിൻ്റെ ജീവിതം പുലരാൻ വേണ്ടിയുള്ള, നിൻ്റെ പേര് നിലനിർത്താൻ വേണ്ടിയുള്ള സന്താനങ്ങളെ. എന്നിട്ട് എബ്രഹാത്തിനോട് പറയും, എബ്രഹാം, ആദത്തിന് കൊടുത്ത പോലെയുള്ള ഒരു ഉടമ്പടിയല്ല ഞാൻ നീയുമായിട്ട് ചെയ്യണത്. നോക്കിന് കൊടുത്ത പോലെയുള്ള ഉടമ്പടിയല്ല. നോക്കിനോട് എന്താ പറഞ്ഞത്? നീ പെരുകി ഭൂമിയെ കീഴടക്കാൻ പറഞ്ഞു. നോക്കിന് കൊടുത്ത ഒരു വാഗ്ദാനം അതാണ്, നീ പെരുകി ഭൂമിയെ കീഴടക്കാൻ. 9 ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ. അതായത് നീ നോക്ക് എല്ലാം നശിച്ചു പോയില്ലായിരുന്നു, പ്രളയം വന്ന് എല്ലാം നശിച്ചില്ലേ? നിങ്ങൾ ഓർക്കണം, ഇവിടുത്തെ സാക്ഷ്യങ്ങളെ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 1 കോടി കടം, 2 കോടി കടം, ബിസിനസ് പൂട്ടി തകർന്ന്, കൂടെ നിൽക്കണം വഞ്ചിച്ചു, പറ്റിച്ചു, എൻ്റെ ജീവിത പങ്കാളി അവസ്ഥ ഇട്ടച്ചും പോയി എന്നൊക്കെ പറഞ്ഞ് നിലയും വിളിച്ച ആൾക്കാർ ഉടമ്പെടുക്കുന്നത്. എന്നിട്ട് ഇവർ കണ്ണുനീരോടെ ഇങ്ങനെ വിതച്ചിട്ട് പോകും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ജയഘോഷത്തോടെ തിരിച്ചു വരും. അവർ കണ്ണുനീരോടെയാണ് വിതക്കുന്നത്. ദേ ആർ ഗോയിങ് ക്യാരിങ് ദ ഷീപ്പ്. അതായത് ഷീപ്സ് അവരിങ്ങനെ അതായത് അവരെ കണ്ണുനീരോടെ 126 സങ്കീർത്തനമാണ്. എനിക്കുള്ളത് 5 or 6 വചനങ്ങളാണ്. 126 സങ്കീർത്തനം. അവർ കണ്ണുനീരോടെ വിതക്കുന്നവൻ എപ്പോഴും കണ്ണീരോടാണ് വിതക്കുന്നത്. പക്ഷേ കൊയ്യണ സന്തോഷത്തോടെ കൊയ്യും. അവർ സാക്ഷ്യം വരെ 126:5 അതാണ്. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. കണ്ണീരോടെ വിതക്കുന്നവരെ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. അതിക്ക് മുമ്പൊരു വചനമുണ്ട്. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. ഇതാണ് ഉടമ്പടി സംഭവിക്കുന്നത്. ഇവിടെ വരണത് കണ്ണീരോടെയാണ് വരണത്. ഇവിടെ വരണത് എന്താണ്? കണ്ണീരോടെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം എന്താ? വണ്ടി ഇടിച്ച് 2 വിരല് പോയി, ചതഞ്ഞു പോയി, ഇറച്ചി കഷ്ണം ചെറുത് തൂങ്ങിക്കിടപ്പുണ്ട്. വിരലിൻ്റെ സംഭവമൊന്നുമില്ല. അപ്പോൾ അവൻ കല്യാണം കഴിച്ചിട്ടില്ല, ചെറുപ്പക്കാരനാണ്. അപ്പോൾ വിരലിൽ പോയെന്ന് അവന് മനസ്സിലാക്കുമ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ പെണ്ണ് കിട്ടത്തില്ല, ജോലിയും കിട്ടത്തില്ല, ഞാൻ തിരിവായി പോയെന്ന് പറയാം. എല്ലാം തീർന്നെന്നാണ് വിചാരിക്കണേ. എല്ലാം തീർന്നു. അപ്പോൾ കണ്ണീരല്ലേ? അപ്പോൾ അത് കണ്ണീരല്ലേ? വണ്ടി ഇടിച്ചതിൻ്റെ വിരൽ, ചെറുപ്പക്കാരൻ്റെ വിരൽ രണ്ടും ചതഞ്ഞു പോയെന്നല്ലേ? വിരലില്ല, അത്രയും ഭയങ്കര ഇടിയായിപ്പോയി. എന്നിട്ട് ഇവർ അമ്മ വന്ന് ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ സംഭവം വെച്ചാൽ, ഉടമ്പടിയിലൊരു വാഗ്ദാനമുണ്ട്. അത് ഇതിൻ്റെ അകത്തുണ്ടത്. 126:4 ഒന്ന് വായിച്ചേ. നെഗേബിലെ ജലപ്രവാഹങ്ങളെ എന്ന പോലെ ഒന്ന് പറഞ്ഞ നെഗേബിലെ ജലപ്രവാഹങ്ങളെ എന്നതുപോലെ കർത്താവേ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. അപ്പൊ നെഗേബിലെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ കണ്ണീരിലാണ് പോയി വിതക്കണത്. വിതക്കണ സമയത്ത് അവിടെ മഴ ഉണ്ടാകത്തില്ല. ബാർലിയാണ് നെഗേബിൽ വിതക്കണത്. ഈ സങ്കീർത്തനം പഠിക്കാൻ വലിയ രസമാണ്. നമ്മൾ പറയണ സാധ്യത അത് അതിൻ്റെ അന്തർധാരകൾ അറിയുമ്പോഴാണ് നമുക്ക് ആത്മഹർഷം ഉണ്ടാവും. നെഗേബിൽ എന്ന് പറയുന്നത് ഇങ്ങനെ വിണ്ടുകീറി കിടക്കും. 11 മാസം വിണ്ടുകീറി കിടക്കും. എന്നിട്ട് മഴയൊന്നുമില്ല. ഇത് ഈ ജോർദാൻ്റെ തെക്ക് പടിഞ്ഞാറ് അറ്റമാണിത്. ജോർദാൻ രാജ്യത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് അറ്റം ആണ് ഈ നെഗേബ് എന്ന് പറയുന്നത്. ചെങ്കടലിൻ്റെ ഒരു മൂലയാണ്. പക്ഷെ മഴ പെയ്യത്തില്ല. പക്ഷേ എന്നിട്ട് ഈ വിണ്ട് കീറിക്കൊണ്ട് ഭൂമി കിടക്കും. എന്നിട്ട് ഈ കർഷകൻ എന്ത് ചെയ്യും? ഒരു മഴയും ഇല്ലെങ്കിലും ഇവിടെ കൊണ്ടുപോയി വിതച്ചും പോകും, ബാർലി വിതക്കും. അതാണ് ആ സങ്കീർത്തനം പറയണത്. കണ്ണുനീരോടെ വിതക്കുന്നവന്, കണ്ണുനീരോടെയാണ് വിതക്കണത്, മഴയില്ലല്ലോ. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇവർ ജയഘോഷത്തോടെ കൊയ്യും. എന്താ കാര്യം എന്നറിയാമോ? ഇവിടെ മഴയില്ലെങ്കിലും വടക്ക് ഇസ്രയേലിലെ മഴ പെയ്യുമ്പോൾ ആ വെള്ളം ഇങ്ങോട്ട് ഇറങ്ങി വരും. ഇവിടെ മഴ ഉണ്ടാകത്തില്ല നെഗേബിൽ. പക്ഷേ ഇസ്രയേലിൽ വടക്കല്ലേ മഴ പെയ്താൽ ഭൂമി ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്ന, കാരണം നമ്മുടെ ഭൂമിയെ പോലെയാണ്. ഇടുക്കി മഴ പെയ്താൽ ആലപ്പുഴ വരത്തില്ല, ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുകയല്ലേ. അതുപോലെ തന്നെയാണ് നെഗേബിൻ്റെ അവസ്ഥ. വടക്ക് മഴ പെയ്യുമ്പോൾ ഇവൻ തിരിച്ച് വരും. പക്ഷേ അത് മഴയില്ലാത്ത സമയത്ത് വിതച്ചിരിക്കുന്ന സ്ഥലം, അപ്പോൾ ആ വിത്ത് ഈ മഴ വെള്ളം വരുന്ന സമയത്ത് അത് കിളുത്ത് വരും.
ഇത് മിനിമം വെള്ളത്തിലാണ് ആ സംഭവം കാഴ്ച വരണത്. അതാണ് അവൻ പറയണത്, നെഗേബിലെ നീർച്ചാലുകൾ എന്ന പോലെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. കാര്യം അവർ വിതച്ചത് അരാജകത്വത്തിലാണ് വിതച്ചിരിക്കണത്. വിണ്ടുകീറി വെള്ളമില്ലാത്ത സമയത്താണ് വിതക്കണത്. ഈ 2 വിരൽ പോകുന്നത് കണ്ണുനീരോടെയാണ് അത് വിതക്കണത്. ഉടമ്പടി കൊണ്ടുവരുന്ന സാധനം എല്ലാം ഇങ്ങനെയാണ്. നിങ്ങളുടെ മുമ്പിൽ മഴ കാണുന്നില്ല, കാറ്റും കാണുന്നില്ല. രാജാക്കന്മാർ 3:15 ഒരു വചനമുണ്ട്, കാറ്റില്ല മഴയില്ല, അരുവിത്തടങ്ങൾ വെള്ളം കൊണ്ട് നിറഞ്ഞെന്ന്. ഇത് ബൈബിളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് മനുഷ്യൻ്റെ ജീവിതത്തിലും. നമ്മൾ മുമ്പിൽ നോക്കുമ്പോൾ നമ്മൾ രക്ഷപ്പെടാൻ മാർഗ്ഗം. ഡോക്ടർ പറയും ഇതിന് ഇറച്ചി കഷ്ണം പോലും ഇല്ലല്ലോ, പിന്നെ ഇതെങ്ങനെയാണ് വിരൽ വെച്ച് പിടിപ്പിക്കുന്നത്? അപ്പോൾ ഡോക്ടറിനോട് ഇവർ പറയും, അമ്മ പറയും, അവൻ ചെറുപ്പക്കാരൻ എൻ്റെ ഡോക്ടറെ, എന്ത് ചെയ്യും, ഈ വിരലില്ലാതെ ഇങ്ങനെ നടക്കാൻ പറ്റുമോ? അപ്പോൾ ഡോക്ടർ പറയും നമുക്ക് വിരൽ വെച്ച് പിടിപ്പിക്കാം. കാലൊക്കെ വെച്ച് പിടിപ്പിച്ച ഒരാൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. കാല് വെച്ച് പിടിക്കും, കാലിൻ്റെ പാദം അറ്റുപോയിട്ട് വേറൊരു പാദം ഉണ്ടാക്കി വെച്ചിട്ട് വിട്ടിരിക്കണത്. അപ്പോൾ അതുപോലെ ചെയ്യാമെന്ന് പറയും. പക്ഷേ ഈ അമ്മ വന്നിട്ട് ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്തിട്ട് രണ്ടാമത് ഉടമ്പടി ചെയ്തതോടുകൂടി പരിശുദ്ധ അമ്മ ഈ സംഭവം ഏറ്റെടുക്കും. കാര്യം അതാണ് ഒരു വിഷയം. അത് നിങ്ങളൊരു വിഷയം തന്നെയാണ്. ഉടമ്പടി ചെയ്യാൻ പോകുന്ന ആൾക്കാർ മനസ്സിലാക്കണം, അതൊരു വിഷയമാണ്. വെച്ചാൽ ഇവരുടെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഈ വിരൽ പോയി, എന്നിട്ട് ഒരു ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ഡോക്ടർ പറയും നമുക്ക് റീ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറയും. അപ്പോഴേ എന്താ പറയണത്, ഈ അമ്മ പറയണത്, അമ്മേ ഓപ്പറേഷൻ തിയേറ്ററിലാവുമ്പോൾ നീ രണ്ടാമത്തെ ഓപ്പറേഷന് നീ ചെല്ലണം, കാരണം വിരൽ നീ വെച്ച് കൊടുക്കണം. കാര്യം എന്താണ്, ഒരു ഓഫറിങ് ഇല്ലേ, ഉടമ്പടിയിൽ ഒരു വാഗ്ദാനമുണ്ടല്ലോ. അതല്ല ഇയാൾ പറയണത്. എന്താ പറയണത്, ദുഃഖത്താൽ എൻ്റെ ഹൃദയം ഉരുകുന്നു. 28:119 സങ്കീർത്തനം. ഒന്ന് പറഞ്ഞാൽ ദുഃഖത്താൽ എൻ്റെ ഹൃദയം ഉരുകുന്നു, അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് എന്നെ ശക്തിപ്പെടുത്തണമേ. ഇപ്പം എനിക്ക് ദുഃഖങ്ങളുണ്ടെങ്കിലും എനിക്കെന്താണ്, വാഗ്ദാനമുണ്ട് അങ്ങയുടെ വാഗ്ദാനം എന്താണ്, ഐ വിൽ കം വിത്ത് യു, ശക്തനും ധീരനുമായിരിക്കുക. വിരൽ പോയാലും തല പോയാലും ദൈവത്തിൻ്റെ വചനം പറയും വാഗ്ദാനം എന്താണ്, ശക്തനും. അത് യോശുവ കൊടുത്തല്ലേ 1:9, ശക്തനും ധീരനുമായിരിക്കുക. എന്താണ്, ശക്തനും ധീരനുമായിരിക്കുക, ഞാൻ നിന്നോടൊപ്പം വരും. അപ്പോൾ അത് വാഗ്ദാനമല്ലേ. അപ്പോൾ ഈ അമ്മ പ്രാർത്ഥിച്ചു, അമ്മ വാഗ്ദാനപ്രകാരം ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞു. അതാണ് വിഷയം, വാഗ്ദാനപ്രകാരം. എന്നിട്ട് ഇവർ പറയണത് എന്താ സംഭവം, ഇവർ ഈ മനസ്സിൽ ഓർത്തതേ ഉള്ളൂ. എന്നിട്ട് ഇവർ ദർശനത്തിൽ സ്വപ്നത്തിൽ കാണും ഓപ്പറേഷൻ തിയേറ്ററിൽ അമ്മ നിൽക്കണത്. ഓപ്പറേഷൻ്റെ സമയത്ത് ഡോക്ടർ തിരിച്ചു പറയും 2 വിരൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, രണ്ടാമത് രക്തോട്ടം തുടങ്ങിയെന്ന് പറയും. 2 വിരലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, രക്തോട്ടം തുടങ്ങി. അപ്പോൾ ആദ്യം വെച്ച് പിടിപ്പിച്ചിട്ട് രക്തോട്ടം ഇല്ലാഞ്ഞു. രണ്ടാമത് ബൈപ്പേഴ്സൺ മേരി അവിടെ ഓപ്പറേഷൻ തിയേറ്ററിലെത്തി. എന്തിൻ്റെ പ്രകാരം, വാഗ്ദാനപ്രകാരം. ഉടമ്പടിയിൽ എന്താണ്, ഐ വിൽ കം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ വരുമെന്നല്ല പറയണത്. ഉടമ്പടിയിൽ പ്രസൻസ് ഫീൽ ചെയ്യാൻ കാര്യം എന്താണ്, വാഗ്ദാനം ഉള്ളത് കൊണ്ടാണ്. എവിടെയെല്ലാം ദൈവം വാഗ്ദാനം എബ്രഹാത്തോട് ചെയ്തപ്പോഴും പറഞ്ഞു ഐ വിൽ കം വിത്ത് യു. മോസസിന് വാഗ്ദാനം ചെയ്തപ്പോൾ പറഞ്ഞു, ഉടമ്പടി ചെയ്തപ്പോൾ പറഞ്ഞു ഐ വിൽ കം വിത്ത് യു. കർത്താവ് തിരിച്ചു പോകാൻ നേരത്തും പറഞ്ഞു ഐ വിൽ ബി വിത്ത് യു അൺടു ദി ലാസ്റ്റ്, അന്ത്യം വരെ ഉണ്ടാകും. ദൈവത്തിൻ്റെ ഒരിക്കലും പ്രതിരോധിക്കാനാവാത്ത ഉടമ്പടിയുടെ വാഗ്ദാനപ്രകാരമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് ഉറപ്പുവരുത്തിയ സന്തതികളാണ് വിശ്വാസികൾ. പ്രിയമക്കളെ, നമ്മൾ കർത്താവിൻ്റെ കൃപയിലെ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവർ അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിലെല്ലാം വിശ്വാസത്തോടു കൂടി അവരുടെ രോഗങ്ങളുടെ ഭാഗങ്ങളെല്ലാം കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അച്ഛൻ്റെ കൂടെ ആയിരിക്കുന്ന എല്ലാ സഹോദരങ്ങളും കൃപാസനത്തിൽ ഇപ്പോൾ ഉള്ളവരും അവർ തന്നെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ഇപ്പോൾ ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കുടലിൽ കുരുക്കളുള്ളവർ ഉദരത്തിൽ കൈവെക്കണം. കുടലിൽ ക്യാൻസർ ഉള്ളവർ ഉദരത്തിൽ കൈവെക്കണം. PCOD രോഗികൾ അടിവയറ്റിൽ കൈവെക്കണം. അർശസ് രോഗികളും അടിവയറ്റിൽ കൈവെക്കണം. അൾസർ രോഗികളും അടിവയറ്റിൽ കൈവെക്കണം. അത് ശക്തമായി ശ്രദ്ധിക്കട്ടെ. കർത്താവെ, ഇപ്പോഴ് എല്ലാവരും ശ്രദ്ധിക്കട്ടെ. കർത്താവെ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ വിശുദ്ധമായ വലതുകരം കർത്താവെ, ഉദരത്തിൽ വേദനയുള്ളവരുടെയും പുണ്ണുകളുള്ളവരെയും പൊറുക്കാത്ത വ്രണമുള്ളവരെയും കർത്താവെ, ശിസ്തുരോഗികളെ സ്പർശിക്കണമേ. കർത്താവെ, ഉദരത്തിൽ മുഴവുള്ളവരെ സ്പർശിക്കണമേ. ഗർഭാശയത്തിലും ഉദരാശയത്തിലും കർത്താവെ, ശിസ്തുകളുള്ളവരെ സ്പർശിക്കണമേ. കുരുക്കളുള്ളവരെ സ്പർശിക്കണമേ. കർത്താവെ, ബ്ലീഡിങ് മാറിപ്പോകാത്തവരെ, തീർന്നു പോകാത്തവരെ സ്പർശിക്കണമേ.
നിരക്കാത്ത രക്തസ്രാവമുള്ളവരെ സ്പർശിക്കണമേ. വിശർപ്പ രോഗികളെ സ്പർശിക്കണമേ കർത്താവേ. ശ്രുതികടേ നീ വന്ന് ശാന്തിയേകൂ. നീ വന്ന് സൗഖ്യമേകൂ. നീ വന്നു ജീവനേകൂ. ഞങ്ങളെ വാസമാക്കൂ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശരീരം മരപ്പുള്ളവരെ അല്ലെങ്കിൽ മരയിപ്പുള്ളവർ കർത്താവരെ സ്പർശിക്കുന്ന സമയമാണ്. ശരീരം ഇങ്ങനെ വ്യത്യസ്തമായ ചില ഭാഗങ്ങൾ കടുത്ത കളറിലേക്ക് മാറുന്നു, അതുപോലെ തന്നെ അത് ബലമായിരിക്കുന്നു. അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ സ്വാഭാവികമായ സൗഷ്ഠവം നഷ്ടപ്പെട്ട് അത് ബലമായി മാറുന്നു. ആ ഭാഗങ്ങളെ ഈശോ സുഖപ്പെടുത്തുന്ന സന്ദേശമുണ്ട്. ഇപ്പോൾ കർത്താവ് കണ്ണുകളെ കാണിക്കുന്നുണ്ട്. വലത് കണ്ണിനെയാണ് ഈശോ കാണിക്കുന്നത്. വലത് കണ്ണിൽ കുരുക്കളുള്ളവർ, കളർ വ്യത്യാസമുള്ളവർ, കാഴ്ചക്കുറവുള്ളവർ, കാഴ്ച മങ്ങുന്നവർ, കാഴ്ച പിടിക്കാത്തവർ കണ്ണിൽ തൊട്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ഇപ്പോൾ കണ്ണിൽ തൊട്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ചെവി വേദനയുള്ളവർ ചെവി തൊടാം. ഇപ്പോൾ ചെവിയുടെ താഴെ ഇങ്ങനെ വല്ലാത്ത രീതിയിൽ മുഴ പോലെ കാണുന്ന വ്യക്തികളെ കർത്താവ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൊണ്ടയിൽ വേദനയുള്ളവർ, ടോൺസൈറ്റുകാർ, തൈറോയിഡുകാർ, പിൻകഴുത്ത് സ്പോണ്ടിലോസിസ് അസുഖമുള്ളവരെ എല്ലാവരും തൊട്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവ് ശ്വാസകോശ രോഗികൾ ശ്വാസകോശത്തെ തൊട്ട് പ്രാർത്ഥിക്കട്ടെ. ഹൃദയരോഗികൾ ഹൃദയത്തെ തൊട്ട് പ്രാർത്ഥിക്കട്ടെ. കരരോഗികളും പങ്ക്രിയാസ് രോഗികളും നെഞ്ചിൻ്റെ കീഴെ വിശുദ്ധമായ കർത്താവിൻ്റെ കുരിശ് ചുമന്നുകൊണ്ട് കുറച്ച് ചാർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കട്ടെ. നടുവേദനക്കാരും നടുവിൽ കൈവച്ചുകൊണ്ട്, കിഡ്നി വേദനക്കാർ നടുവിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഈശോ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കണ്ട വചനങ്ങളെല്ലാം നൽകിക്കൊണ്ട് ഞങ്ങൾ ആശ്വസിപ്പിച്ച് നന്ദി പറയുന്നു. കണ്ണുനീരോടെയാണ് അവർ വരുന്നത്. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് പറഞ്ഞേക്കും എന്നുള്ളത് അങ്ങയുടെ വാക്കാണെങ്കിൽ, മാറ്റമില്ലാത്ത വാക്കാണെങ്കിൽ ആ മാറ്റമില്ലാത്ത യേശുവിന്റെ വാക്കിനെ കൽപ്പിക്കുന്നു. മാരക രോഗങ്ങൾ, തീരാവേദികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. നീ വന്ന് ശാന്തിയേകൂ. ആരാധന. ഹല്ലേലൂയ. നീ വന്നു ശാന്തിയേകൂ. നീ വന്നു സൗഖ്യമേകൂ. നീ വന്നു ജീവനേകൂ. ഞങ്ങളിൽ വാസമാക്കൂ. നീ വന്നു ശാന്തിയേകൂ. നീ വന്നു സൗഖ്യമേകൂ. നീ വന്നു ജീവനേകൂ. സ്വരത്തിൽ പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളെ വാസമാക്കൂ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ബാൾഡായിട്ടുള്ള ഹെഡായിട്ട് മുഴുവനും മുടി കൊഴിഞ്ഞു പോയ ഒരു സ്ത്രീ സഹോദരി വന്ന് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അത് നിസ്സാരമല്ലെന്ന് എനിക്ക് മനസ്സിലായി. മുടി കൊഴിഞ്ഞു പോകുന്നവർ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. മുടി കൊഴിഞ്ഞു പോകുന്നവർ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. കർത്താവ് ക്യാൻസർ രോഗികളെ സുഖപ്പെടുത്തുന്നത് നമ്മൾ സാക്ഷ്യത്തെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഓപ്പറേഷത്തിൻ്റെ സ്റ്റിച്ചിങ് മെസ്സേജിലുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഈ സ്റ്റിച്ചിന് ചുവപ്പ് പാടുകൾ വരാൻ തുടങ്ങിയിരിക്കുന്നു. സ്റ്റിച്ചിന് വേദനയും കടിയും ചൊറിച്ചിലും ഉണ്ട്. അത് ആ വ്യക്തികളെ ആ സ്റ്റിച്ചിലിപ്പോൾ കൈവെട്ടിട്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവ് അതിൻ്റെ ഇൻഫെക്ഷൻ മാറ്റി എന്നെ സുഖപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കുക. നാക്കിൽ കുരിശിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്തോ കാര്യത്തിന് വേണ്ടി നീ നാക്ക് കുരിശിട്ട്, ചിലപ്പോൾ നാക്കിന് വല്ല മുഴകളോ അല്ലെങ്കിൽ നിന്നെ പേടിപ്പെടുത്തുന്ന വല്ല രോഗങ്ങളോ വരുന്നു എന്ന് കണ്ടിട്ട് അങ്ങനെ ചെയ്തതാകാം. ശരീരത്തിൽ ഏതെങ്കിലും സ്ഥലത്ത് കുരിശിട്ടിട്ട് ഈ ആഴ്ചയിലെ ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിച്ച വ്യക്തികളെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. 6 വ്യക്തികൾ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവരും, അതായത് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർ, അതായത് എന്താ എനിക്കത് മനസ്സിലാണില്ല. അതായത് ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ വായിൽ വെച്ചുകൊണ്ടേ ഇരിക്കണം, ഇറങ്ങണില്ല, ഇറക്കാൻ പേടിയോ അത് കഴിക്കാൻ പറ്റാത്തതോ എന്തോ ആണ്. ഇങ്ങനെ കുറേ നിഷിദ്ധ ഭക്ഷണങ്ങൾ, ചില പല ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റാത്തത്, നിഷിദ്ധമായിട്ടുള്ളത്, ബോഡിക്ക് കേടായി വരുന്നത്, അങ്ങനെയുള്ളവരെല്ലാം വാ പൊത്തിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. നാക്കിനെ തൊട്ടുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവേ, ഇപ്പോഴ് അങ്ങ് വ്യത്യസ്തമായ മേഖലകളിൽ അങ്ങയുടെ മക്കളുടെ വേദനകൾ, കർത്താവ് ഹൃദയ നൊമ്പരങ്ങൾ ഏറ്റെടുക്കുന്നതിന് നന്ദി പറയുന്നു. ഇപ്പം പച്ചപ്പാടുകൾ കാണുന്നുണ്ട് ശരീരത്തിൽ പച്ച നിറത്തിലുള്ള ചില പാടുകൾ,
അത് രോഗങ്ങളുടെ ലക്ഷണങ്ങളാണ്. കർത്താവ് സൗഖ്യപ്പെടുത്തുന്നതായിട്ട് കർത്താവിൻ്റെ സന്ദേശമുണ്ട്. കർത്താവെ, ഞാൻ എല്ലാ മക്കളെയും, വിശ്വസിക്കുന്ന എല്ലാ മക്കളെയും, പ്രത്യാശിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ ഉടമ്പടിയുടെ യോഗ്യതയിൽ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം ഈശോയെ. അവരെല്ലാം നീ സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്ന. കയ്യിൽ നീരിറങ്ങി വീഴുന്നവർ, കയ്യിലെ ഞരമ്പുകൾ വികൃതമായ രീതിയിൽ തെളിയുന്നവർ, വേരിക്കോസ് രോഗികൾ കർത്താവ് സ്പർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്പർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിശക്തമായി സ്തുതിക്കട്ടെ, അശക്തമായി സ്തുതിക്കട്ടെ. എല്ലാവർക്കും യേശുവേ സൗഖ്യം കൊടുക്കണമേ. എല്ലാ ശാരീരിക അവസ്ഥകളെയും യേശുവേ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുമുൻപിലണയുന്നു ഞങ്ങൾ, ഉരുകുന്ന ഹൃദയത്തിൻ നൊമ്പരങ്ങൾ കരതാരിലേകുന്നു ഞങ്ങൾ. നീ വന്നു ശാന്തിയേകൂ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാക്കൂ. നീ വന്നു ശാന്തിയേകൂ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാക്കൂ. പ്രിയപ്പെട്ടവരെ, മക്കളില്ലാത്തൊരു അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും ഇപ്പോൾ അടിവയറ്റിൽ കൈവെക്കേണ്ടതാണ്. ഇന്നലെ കുഞ്ഞിനെയും കൊണ്ട് സാക്ഷ്യം പറഞ്ഞ ആൾ പറഞ്ഞത് എനിക്ക് കൗണ്ട് ഇല്ലായിരുന്നെന്നാണ്, 0 കൗണ്ട് എന്നാണ്. നിനക്ക് 0 കൗണ്ടായാലും കർത്താവ് നിൻ്റെ വയറിൽ തൊട്ടുകൊണ്ട് നിൻ്റെ ജനിതക അവയവങ്ങളെ സ്പർശിച്ചുകൊണ്ട് കർത്താവ് നിൻ്റെ കൗണ്ട് വർദ്ധിപ്പിക്കാം. നീ എവിടെയാണ് നിൽക്കുന്നതെന്ന് ഓർക്കണം. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ഉടമ്പടി എന്ന സ്വർഗീയ പ്രാർത്ഥന നൽകി 10,000-കണക്കിന് മനുഷ്യരുടെ ജീവിതം രക്ഷപ്പെട്ട ഒരു ദൈവത്തിൻ്റെ സന്നിധാനത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നിൻ്റെ യോഗ്യത അല്ലെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൃപയിലും കരുണയിലുമാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിൻ്റെ സങ്കല്പങ്ങൾക്കോ വിശ്വാസങ്ങൾക്കോ ധാരണകൾക്കോ അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണ്. ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിൻ്റെ വിദ്യാഭ്യാസ മണ്ഡലം, നിൻ്റെ മത്സര വിജയ പരീക്ഷാ മണ്ഡലങ്ങൾ, നിൻ്റെ യോഗ്യത പരീക്ഷാ മണ്ഡലങ്ങൾ, നിൻ്റെ കഴിവ് പോയി. ഇനി എനിക്ക് എന്ത് ഞാൻ എഴുതും, ഇനി ഞാൻ എഴുതിയിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് പല പ്രാവശ്യം തോറ്റിട്ടുള്ള ആൾക്കാരുണ്ട്. പല പ്രാവശ്യം പരിശ്രമങ്ങൾ പരാജയപ്പെട്ടുള്ളവരുണ്ട്. അവർക്ക് വിജയം നൽകുന്നത് കർത്താവാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ആ പരാജയം നൽകിയതെന്ന് നീ വിശ്വാസി മനസ്സിലാക്കിയാൽ മതിയാവും. ബൈബിളിലെ ഏറ്റവും ശക്തമായ വാക്കാണ് വിജയം നൽകുന്നത് എന്ത് കർത്താവാണെന്ന്. അപ്പം നീ പരാജയപ്പെടുന്നതെല്ലാം കർത്താവ് പ്രീസപ്പോസ് ചെയ്യുന്നുണ്ട്. കാര്യം നിൻ്റെ വിജയം കർത്താവിൻ്റെ ഭാഗത്തു നിന്നാണ്. നീ തിരഞ്ഞെടുക്കപ്പെട്ട കർത്താവിൻ്റെ പങ്കാളിയാണ്. എന്താ കാര്യം? ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച് എൻ്റെ പ്രിയപ്പെട്ടവൾ. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ ആത്മാവ് പ്രസാദിച്ച ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവളാണ് നീയെന്ന് നീ തിരിച്ചറിയാൻ വേണ്ടി നിൻ്റെ പരാജയങ്ങളെ കർത്താവ് നിൻ്റെ വിജയമായിട്ട് മാറ്റിയ നിനക്ക് മനസ്സിലാക്കാൻ വേണ്ടി, വിശ്വാസിച്ച് വളരാനും സുവിശേഷത്തിൻ്റെ സാക്ഷ്യമാകാൻ വേണ്ടി നിൻ്റെ പിന്നിൽ വന്നിട്ടുള്ള എല്ലാ പരാജയങ്ങളെയും കർത്താവിൻ്റെ തിരുസേനയിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ശക്തി നിറയാൻ വേണ്ടി കൈ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഞങ്ങൾ പരാജയപ്പെട്ട എല്ലാ ജീവിത മേഖലകളെയും സാക്ഷികളായി ഉയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, ആരാധന, ആരാധന. നീ വന്നു ശാന്തിയേകൂ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാക്കൂ. എന്ത് മനോഹരമായ ആരാധന സമയമാണ്. ഒരു ആരാധന കൂടുന്നത് 2 ലക്ഷം പേരാണ്. നിങ്ങളിപ്പോൾ 10,000, 2,000 പേരുണ്ടാവും ചിലപ്പോൾ. പക്ഷേ ഓൺലൈനിൽ ഇത് കൂടുന്നത്, ഒരാഴ്ച കൂടുന്നത് 2 ലക്ഷം പേരാണ്. അപ്പോൾ ഉടമ്പടി ചെയ്തിരിക്കുന്ന അത്രയും ആൾക്കാരെ നമ്മളിപ്പോൾ ഓർക്കുകയാണ്. അവർ ഇന്നും ഈ ആഴ്ചകളുമായിട്ടൊക്കെ ഓരോ സ്ഥലങ്ങളിൽ പോകാനുള്ളവരാണ്. ചിലർ ഇൻ്റർവ്യൂവിന് പോകുന്നു, ചിലർ ടെസ്റ്റിന് പോകുന്നു,
ചിലർ കോടതിയിൽ പോകുന്നു, ചിലർ സ്ഥലവളവിന് പോകുന്നു, ചിലർ പഞ്ചായത്തിൽ പോകുന്നു, പട്ടയത്തിന്, ചിലർ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. അങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ പോകുന്നുണ്ട്. ചിലർ എംബസി പോകുന്നുണ്ട്, ചിലരുടെ കമ്പനി പോകുന്നുണ്ട്, ചിലർ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ഒത്തിരി പേരുടെ കണ്ണുനീരാണ് ഉടമ്പടി പേടകത്തിലെ അമ്മയുടെ മുമ്പിൽ ഇരിക്കുന്നത്. നിങ്ങളും അങ്ങനെ തന്നെയുള്ള വിഷമവും വേദനയും ആണോ? കരൾ ഉരുകുന്നു എന്നല്ലേ പറയണത് ബൈബിള്. കരൾ ഉരുകുന്നു. 119:22 എന്താ പറയുന്നത്? നിൻ്റെ കരൾ ഉരുകുന്നു കർത്താവേ, നിൻ്റെ വാഗ്ദാനങ്ങൾ എൻ്റെ കരൾ ഉരുകുന്നു കർത്താവേ. നമ്മുടെ കരൾ ഉരുകിയാണ് ഉടമ്പടി പേപ്പറല്ലേ നമ്മൾ എഴുതി വെച്ചിരിക്കണം മുഴുവനും. കർത്താവേ, നിൻ്റെ വാഗ്ദാനങ്ങളായി എന്നെ ശക്തിപ്പെടുത്തണമേ. പറഞ്ഞു, കർത്താവേ എൻ്റെ കരൾ ഉരുകുന്നു, ഉരുകിയ കരളിൻ്റെ നൊമ്പരങ്ങളെ ഞാൻ ഉടമ്പടിയാക്കുന്നു. കർത്താവേ, എന്നെയും എനിക്ക് മുൻപേ ഉടമ്പടി ചെയ്തു പോയ 10,000ങ്ങളുടെ ജീവിത ദുരിതങ്ങളെ ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തില് പരിശുദ്ധ കുർബാനയില് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ജീവിത ദുരിതങ്ങള്, സാമ്പത്തിക കടങ്ങള്, ജോലിയില്ലാത്ത അവസ്ഥകള്, പഠനത്തിന്റെ പ്രയാസങ്ങള്, പഠനത്തിന്റെ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള തടസ്സങ്ങള്, നമ്മുടെ ജീവിതം മുഴുവൻ വിഷയങ്ങള് ദൈവത്തിന്റെ മഹത്വത്തിനായി യേശുനാമത്തിൽ നിറവേറട്ടെ. ഞാനതിന്റെ സാക്ഷിയായി യേശുനാമത്തിൽ ഉയരട്ടെ, ശ്രദ്ധിക്കട്ടെ. മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാക്കൂ. സമാപന ആശീർവാദമാണ്. നമ്മുടെ എല്ലാ ഉടമ്പടി നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ.